കപ്പലുണ്ടാക്കിയത്, കപ്പൽ നിർമ്മാണം ലോകത്താദ്യമായി നടത്തിയത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമാണ്. നൂഹ് നബി അലൈഹിസ്സലാമാണ്. ആ നൂഹ് നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ കപ്പലുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ. അന്ന് ആണികളടിക്കാൻ പോലുമില്ലാത്തതുകൊണ്ട് ഭദ്രമായി നാടകളെ കൊണ്ട്, കയറുകളെ കൊണ്ട് അതാ പരസ്പരം പലകകളെ, മരത്തിന്റെ പലകകളെ പരസ്പരം വരിഞ്ഞ് കെട്ടി അടുപ്പിക്കുകയായിരുന്നു. വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ. പിറകിലെത്തി. മുത്തുനബിയുടെ കാലഘട്ടത്തിൽ പോലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമുദ്രത്തിൽ പായ്ക്കപ്പലുകളേ ഉള്ളൂ, അതിന്റെ അപ്പുറത്ത് ഓടുന്നില്ല എൻജിൻ. സുഹൃത്തുക്കളെ ചിന്തിക്കണം. അല്ലാഹു തആല പറഞ്ഞു, ഇല്ല, അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കപ്പലുകൾ സമുദ്രത്തിൽ ഓടൂലായിരുന്നു, സമുദ്രത്തിൽ അവ കെട്ടിക്കിടക്കുമായിരുന്നു. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ കാറ്റിനെ നിശ്ചലമാക്കിയാൽ, കാറ്റിനെ നിശ്ചലമാക്കിയാൽ ആ കപ്പലുകൾ കെട്ടിക്കിടക്കും അലാ ലഹ്രിഹി. ആ കപ്പലുകളുടെ മുകളിൽ, ആ സമുദ്രത്തിന്റെ മുകളിൽ ആ കപ്പലുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു, കാറ്റിനെ എങ്ങാനും നിശ്ചലമാക്കിയാൽ. അന്ന് പായ്ക്കപ്പലുകളാ ഉള്ളത്. കാറ്റിന്റെ ഗതിക്കനുസരിച്ചാണ് കപ്പൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തു ശൂറായുടെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം. ഇവിടെ ചെറിയ ഒരു വിഷയം, ഈ വിഷയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിഷയം സ്വാഭാവികമായിട്ട് സംശയമായിട്ട് വരും. ചിലരെങ്കിലും പറയാറുണ്ട്, കാറ്റിനെ നിശ്ചലമാക്കിയാൽ കപ്പൽ ഓടുകയില്ല, കപ്പൽ കെട്ടിക്കിടക്കും. അതൊക്കെ പഴയ കാലത്തല്ലേ പറ്റുള്ളൂ. ഇന്നത്തെ കപ്പൽ കാറ്റിനല്ലല്ലോ ഓടുന്നത്, എഞ്ചിൻ കപ്പലുകളപ്പം. അത് ഇന്ധനല്ലെങ്കിലല്ലേ ഓട്ടം നിൽക്കുള്ളൂ, അല്ലെങ്കിൽ കപ്പൽ ഓടൂലേ? കാറ്റിനനുസരിച്ചാണോ ഇന്ന് കപ്പൽ ഓടുന്നത്? എന്താണ് അല്ലാഹു പറയുന്നത്? ഇന്നും ഈ ആയത്ത് പ്രസക്താണല്ലോ. എന്ന് ഖുർആൻ പറഞ്ഞത് വളരെ ശരിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഒന്നാമത്തെ ആശയം പണ്ഡിതന്മാർ അതിനർത്ഥം പറഞ്ഞത് യുസ്കിനിരീഹ, കാറ്റിനെ നിശ്ചലമാക്കുക എന്ന് പറഞ്ഞാൽ, കാറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശ്യം കാറ്റ് തന്നെ ആവണമെന്നില്ല. കാറ്റ് എന്ന് പറഞ്ഞാൽ ചാലകശക്തി, ചലിപ്പിക്കുന്ന ശക്തിക്കാണ് റീഹ് എന്ന് പറയുന്നത്, ചാലകശക്തിയാണ്. അപ്പോൾ ഓരോ വാഹനങ്ങളെയും ചലിപ്പിക്കുന്ന അതിന്റെ ചാലകശക്തി പെട്രോളാണ്, ഡീസലാണ്, മറ്റു ഇന്ധനങ്ങള്. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം ഓടുകയുള്ളൂ. അത് നമ്മൾ നിലപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും കപ്പൽ മുന്നോട്ടോടുകയില്ല എന്ന് മഹാന്മാര് ഇതിനർത്ഥമായി പറഞ്ഞിട്ടുണ്ട്. ശക്തി എന്നാണ് റീഹ് എന്നതിന് പലപ്പോഴും അർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പറഞ്ഞത് കാണാം, വലാ തനാസഉ ഫതശ്ശലു വതദ്ഹബ റീഹുകും. നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ തർക്കിക്കരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾ പരാജയപ്പെടും. മുസ്ലിം ഉമ്മത്തിനോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ശക്തി കുറഞ്ഞ് നിങ്ങൾ പരാജയപ്പെടും. ഫതദ്ഹബ റീഹുകും. അപ്പം മറ്റു ഖൗമുകൾ നിങ്ങളുടെ പുറം കയറും, കാരണം നിങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടു പോകും. ഫതദ്ഹബ റീഹുകും, നിങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടു പോകും. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെയും ഉപയോഗിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ആധുനിക പണ്ഡിതന്മാരുടെ
ഗവേഷണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നും കൂടെ മുന്നോട്ട് പോയപ്പോൾ ലോകം എത്തിപ്പെട്ടത് എവിടെയാണെന്നറിയോ? എല്ലാ വാഹനങ്ങളും ഓടുന്നത് കാറ്റുകൊണ്ട് തന്നെയാണ്. അപ്പൊ പിന്നെ ഈ അർത്ഥം ഇന്നും പ്രസക്താണ്. കാരണം ഏതൊരു വാഹനവും ഓടുന്നത് കാറ്റാണ് അതിന്റെ പ്രധാന ചാലകശക്തി. ഫാൻ ഓഫായി കഴിഞ്ഞാൽ എല്ലാ വണ്ടി നിൽക്കും. ഫാൻ ഓഫായി കഴിഞ്ഞാൽ റേഡിയേറ്ററിന്റെ ധർമ്മം എല്ലാവർക്കും അറിയാലോ, വാഹനം ഉപയോഗിക്കുന്നവർക്ക്. ഇത് ചൂടായി കഴിഞ്ഞാൽ തണുപ്പിക്കുന്നത് ഈ ഫാൻ കറങ്ങിയിട്ടാണ്. ഇത് ഓഫായി കഴിഞ്ഞാൽ കുറച്ചേ മുന്നോട്ട് പോകുള്ളൂ, പിന്നെ അവിടെ കിടക്കും, വണ്ടി ഓഫാകും. അപ്പൊ അത് വിമാനത്തിനടക്കം അങ്ങനെയാണ്, കാറ്റാണ് ഇതിന്റെ പ്രധാന ചാലകശക്തി. അപ്പൊ അവിടെ ഞമ്മക്ക് ധൈര്യമായിട്ട് പറയാം, ഇന്നും ഇത് പ്രസക്തമാണ്. കാറ്റില്ലെങ്കിൽ ഒരിക്കലും കപ്പലോടൂല, വിമാനോടൂല, വാഹനങ്ങളൊന്നും ഓടുന്നില്ല. കാറ്റ് തന്നെയാണ് പ്രധാന ചാലകശക്തി. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ നമുക്ക് അപ്പപ്പോൾ ഒപ്പിച്ചു പറയുന്നതല്ലല്ലോ. അള്ളാഹുവിന്റെ കലാമിൽ എത്ര കരുതലോടെയാണ് അള്ളാഹു തആല ഈ ഓരോ പദപ്രയോഗങ്ങളും നടത്തിയിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, കപ്പൽ രംഗം പഴയ കാലത്ത് ശുഷ്കിച്ചതാണ്. പായ്ക്കപ്പലുകളാ ഓടുന്നത്, ആ ചെറിയ കപ്പലുകൾ. പിന്നെ കപ്പൽ രംഗത്ത് അത്ഭുതകരമായ വിപ്ലവം തന്നെ ഉണ്ടായത് ആവിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടെയാണ്. അതിന്റെ ശേഷമാണ് ഈ വിപ്ലവം തുടങ്ങിയത്. നമുക്കറിയാം, ജെയിംസ് വാട്ട് ആണ് സത്യത്തിൽ ആവിയന്ത്രം കണ്ടുപിടിച്ചത് അല്ലേ? ഇയാൾക്ക് സ്കൂളിൽ പോകാൻ ഒരു തലവേദനക്കാരോ കാരണം അലസത വന്നപ്പോഴാണ്, മടി വന്നപ്പോഴാണ് ഇയാള് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. അമ്മ പാചകം ചെയ്യുന്ന കലത്തിന്റെ മുകളിൽ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ അതിന്റെ അടച്ചു വെച്ച മൂടി എങ്ങനെ തള്ളുന്നത് കണ്ട് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചതാ. ഞാൻ മിനിയാന്ന് പറഞ്ഞതുപോലെയാണ്. മിനിയാന്ന് നമ്മൾ പറഞ്ഞതുപോലെയാണ്. ആപ്പിള് തലയിൽ വീണപ്പം ഭൂഗുരുത്വാകർഷണം കണ്ടെത്തി എന്ന് പറഞ്ഞില്ലേ ന്യൂട്ടൺ? എന്നതുപോലെ ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ജെയിംസ് വാട്ടിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു തലവേദന ഉണ്ടായതാണ് ആവിയന്ത്രം കണ്ടുപിടിക്കാൻ കാരണമായത്. ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ ബുദ്ധിയിൽ ഉയർന്നതാണ്. അപ്പോ അല്ലാഹു തആല സത്യത്തില് ഓരോ മനുഷ്യന്മാരെ കൊണ്ടും അല്ലാഹു തആല വലിയ നേട്ടങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും. ഈ ആവിയന്ത്രം അന്ന് അയാൾ കണ്ടുപിടിച്ച് അത് പിന്നെങ്ങനെ വലുതായി വളർന്ന് വലുതായി വരികയായിരുന്നു. 1785 ചിന്തിക്കുക, 1785 എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറഞ്ഞ ആവിയന്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിനുശേഷം 1785 ആണ് ആദ്യമായി ആവിയന്ത്രത്തിന്റെ ശേഷം കപ്പൽ നിലവിൽ വന്നത്. ആ കപ്പൽ നിലവിൽ വന്നപ്പോൾ അതിന് മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മണിക്കൂറിൽ 1 മണിക്കൂർ യാത്ര ചെയ്ത 6 കിലോമീറ്റർ പോകും വെള്ളത്തിലൂടെ. ഇതായിരുന്നു ആദ്യത്തെ കപ്പലിന്റെ അവസ്ഥ. പിന്നീട് ഈ രംഗത്ത് പല പരിഷ്കരണങ്ങളും വന്നു. അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഒക്കെ ഏതാനും ശാസ്ത്രജ്ഞന്മാർ കൂടി ആദ്യമായി 1807 ക്ലർമോണ്ട് എന്ന് പറയുന്ന കപ്പലുണ്ടാക്കി. ഇതാണ് ഈ രംഗത്ത് വലിയ ഒരു സംഭാവന ഉണ്ടായത്. അതിന്റെ ശേഷം ഇറങ്ങിയ ആയത്തല്ല, മറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞതാണല്ലേ. 700 ചില്ലാനങ്ങളിൽ നമ്മളോട് വിളിച്ചു പറഞ്ഞ സംഭവമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വിളിച്ചു പറയുന്നത്. അവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. എന്താണിത്? 700 ചില്ലാനം എത്തുന്നില്ലല്ലേ, 500 ചില്ലാനത്തിലല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി ജനിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിൽ ഖുർആൻ ഇറങ്ങുന്നത്. 6-ാം നൂറ്റാണ്ടിലാണ് ഖുർആൻ ഇറങ്ങുന്നത്. ആ 6-ാം നൂറ്റാണ്ടിലാണ് പറഞ്ഞത് വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹ്രി കൽഅലാം സുബ്ഹാന മൻ ജല്ല ജലാലു. ഖുർആനിന്റെ പ്രവചനമല്ലേ ഇത്? ഇന്ന്
സമുദ്രത്തിലേക്ക് നോക്കിയാൽ മല പോലെ ഉയർന്നു കിടക്കുന്ന കപ്പലുകളുടെ വലിയ ഒരു ലോകം തന്നെ കാണാം. അള്ളാഹു പറഞ്ഞു, അള്ളാഹു വേണ്ടാന്ന് വെച്ചാൽ എത്ര അത്യാധുനിക സൗകര്യങ്ങളോടെ നിങ്ങൾ നീറ്റിലിറക്കിയ കപ്പലും മുങ്ങിപ്പോകും. അതിന്റെ തെളിവാണ് ടൈറ്റാനിക്കിന്റെ തകർച്ച. അല്ലേ? വെല്ലുവിളിച്ച്, ലോകത്തെ വെല്ലുവിളിച്ചല്ലേ ടൈറ്റാനിക്ക് നീറ്റിലിറക്കിയിരുന്നത്. ഈ കപ്പല് തകരൂല, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വേള ദൈവത്തെ അടക്കം വെല്ലുവിളിച്ച് അവർ നീറ്റിലിറക്കിയ ടൈറ്റാനിക്ക് അതിന്റെ കന്നിയോട്ടത്തിൽ മുങ്ങിപ്പോയി. ആദ്യമായിട്ട് ഇറക്കിയതാ, ഉദ്ഘാടനത്തിലാ മുങ്ങിപ്പോയത്. 1912 ഏപ്രിൽ 14 ടൈറ്റാനിക് മുങ്ങിയത്. ആലോചിച്ചു നോക്ക്, 1517 പേർ ആ ടൈറ്റാനിക് മുങ്ങിയപ്പോൾ അതിൽ മരിച്ചുപോയി. 1986 അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 1912 മുങ്ങിപ്പോയി. 1986 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ആ അവസ്ഥകൾ പോലും കണ്ടെത്താനാകാത്ത വിധം കടലിൽ മുങ്ങിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, പിന്നെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം കണ്ടെത്തി. അള്ളാഹു പറഞ്ഞ ആ വാക്കൊന്ന് ഇനിയൊന്ന് അർത്ഥം വെച്ചോക്ക്. നേരത്തെ പറഞ്ഞ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഏതൊരു വാഹനത്തിന്റെയും ചാലക ശക്തി അള്ളാഹു നിലപ്പിച്ചാൽ, അതിന്റെ ചലനം നിലപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അത് മുന്നോട്ടോടുകയില്ല. സൂറത്തു യാസീനിൽ ഒന്നും കൂടെ പറഞ്ഞു, മുക്കിക്കൊല്ലും എന്ന് തന്നെ പറഞ്ഞു, അല്ലേ? സൂറത്തു യാസീനിൽ അങ്ങനെയാ പറഞ്ഞത്, വആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ വഇൻ നശഅ നുഗ്രിഖുഹും ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ. ആളുകളെ കുത്തി നിറക്കപ്പെട്ട, അതുപോലെ തന്നെ ചരക്കുകൾ കുത്തി നിറക്കപ്പെട്ട കപ്പലുകളിൽ അവരെയുമായി അവരെ വഹിച്ച് നാം സഞ്ചരിപ്പിച്ചത് അവർക്ക് കണ്ണു തുറപ്പിക്കാനാകുന്ന ഒരു മഹാദൃഷ്ടാന്തമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിനെ കുറിച്ചാ പറഞ്ഞത്. അന്ന് ഈ പറഞ്ഞ അത്യാധുനിക സൗകര്യത്തിലൊന്നും നിർമ്മിച്ചതല്ലാതെ, പക്ഷേ അള്ളാഹു പ്രത്യേക നിർദ്ദേശം കൊടുത്തു. അതിനനുസരിച്ച് നൂഹ് നബി അലൈഹിസ്സലാം ഉണ്ടാക്കി. ആ സാധനം ഓരോ സ്ഥലത്തും ആ കപ്പലിന് ഒരു റൂം തിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വളവ്, ഒരു ബെൻഡ് വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അള്ളാഹു പറഞ്ഞു, നമ്മുടെ നിയന്ത്രണത്തിൽ നൂഹ് നബിയെ നിങ്ങൾ കപ്പലുണ്ടാക്കണം, ഞാൻ നിർദ്ദേശം നൽകും, എന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ കപ്പൽ നിർമ്മാണം. ആ കപ്പലിൽ ജനങ്ങളെ എടുത്തു പോയ കഥ പറഞ്ഞിട്ടല്ല പറയാണ്, ആ കപ്പൽ പോലെ പിന്നെ എത്ര കപ്പലുകൾ, പിന്നെ എത്ര വാഹനങ്ങൾ, അതേ കടലിലും കരയിലും എല്ലാ വാഹനങ്ങളും, അന്തരീക്ഷത്തിലുള്ള വാഹനങ്ങളും ഒക്കെ അതിൽപ്പെട്ടു. അവർക്ക് വാഹനമായി ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര സൗകര്യങ്ങളാണ് പിന്നീട് അതിനെ തുടർന്ന് ഞാൻ അവർക്ക് നൽകിയത്. എന്നിട്ടാ തുടർന്ന് പറഞ്ഞത്, നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ മുക്കിക്കൊല്ലാൻ നമുക്ക് കഴിയുമായിരുന്നു. ആ കപ്പൽ ഒന്നടങ്കം ടൈറ്റാനിക് മുങ്ങിയതുപോലെ അങ്ങ് മുങ്ങിപ്പോകാം. അങ്ങനെ മുങ്ങിയാൽ ഫലാ സ്വരീഖ ലഹും, അവർക്ക് വേണ്ടി നിലവിളിക്കാൻ പോലും ഒരാളുണ്ടാവൂല. ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ, അവരെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുകയുമില്ല. ആ കോലത്തിൽ എനിക്ക് നശിപ്പിക്കാൻ കഴിയും. സൂറത്ത് യാസീൻ പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ടൈറ്റാനിക്കിന്റെ തകർച്ച അള്ളാഹു വല്ലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ടേ? അപ്പോഴല്ലേ അതിന് മിസാൽ ഉണ്ടാവുള്ളൂ.
എക്സാമ്പിള് വേണ്ടേ? അതിന് അള്ളാഹു ഇടക്കൊന്ന് കാണിച്ചതാണ്. ആരും അള്ളാഹുവിനെ വെല്ലുവിളിച്ചു പോകരുത്. എവിടെന്നാ എന്താ ഞാൻ പറഞ്ഞു വന്നത്? വലഹുൽ ജവാരിൽ മുൻശഅതു ഫിൽ ബഹ്രി കൽഅലാം എന്ന് പറയുന്ന കപ്പലുകൾ അന്ന് നിലവിലില്ല. അത് ഖുർആന്റെ പ്രവചനമാണ്. ഭാവിയിൽ കടല് നിറയെ ഇറങ്ങുന്ന എൻജിൻ കപ്പലുകളെ ഖുർആൻ അന്ന് കണ്ടിട്ടുണ്ട്. കാരണം ഖുർആൻ ഖദീമാണ്. അത് അള്ളാഹുവിന്റെ കലാമാണ്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സ്വന്തം വചനമല്ല. അതാണ് അതിന് കാരണം. അപ്പൊ ഇതൊക്കെ നമുക്ക് കൂടുതൽ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയാണ്. വിശ്വാസത്തെ കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തി തരുന്നു. ഇനി പറയുന്നു, കുല്ലുമൻ അലൈഹാ ഫാൻ. ഇതൊക്കെ ഒന്ന് കടൽ യാത്രയൊക്കെ ചെയ്തവർക്ക് കൂടുതൽ ബോധ്യപ്പെട്ടുട്ടോ. കപ്പൽ യാത്രയൊക്കെ ചെയ്തവർ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് വേറുള്ള ലോകം പോലെയല്ല. കപ്പൽ യാത്ര എന്ന് പറഞ്ഞത് വേറെ ലോകം പോലെയല്ല. അതിങ്ങനെ പോകുമ്പോൾ തിരക്കടില്ല. പോയി കരയിൽ നിന്നങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ 4 ചുറ്റുഭാഗത്ത് നോക്കിയാലും കടലായിരിക്കും, വേറൊന്നും കാണാണ്ടാവില്ല. കടല് പിന്നെ നമുക്ക് ആകെ ഉള്ള രക്ഷ ഈ കപ്പൽ തന്നെയാണ്. ഇതാണ് മുങ്ങിയ കഥ കഴിഞ്ഞത്. കാരണം എവിടേക്ക് നോക്കിയാലും കര കാണണ്ടേ? കാണൂല. അതുകൊണ്ടല്ലേ പണ്ടൊരു നിരീശ്വരവാദി കപ്പൽ യാത്ര നടത്തുന്ന സമയത്ത് അദ്ദേഹം കപ്പല് വലിയ കാറ്റും കോളും വന്ന് മുങ്ങാനൊരുങ്ങാണ്. അപ്പൊ എല്ലാവരും നിലവിളിക്കുന്നു, ദൈവമേ രക്ഷിക്കണേ, അള്ളാഹുവേ രക്ഷിക്കണേ. അങ്ങനെ പലതും വിളിച്ചു പറയുമ്പോൾ ഇയാളും കൂട്ടത്തിൽ പറഞ്ഞു, ദൈവമേ രക്ഷിക്കണേ. അപ്പൊ ആരോ അടുത്തു നിന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അത് പറയുന്നത്? നിങ്ങൾ മിനിയാന്ന് ലേഖനം എഴുതിയതല്ലേ ദൈവമില്ല എന്ന് പറഞ്ഞു? നിങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ചതല്ലേ ദൈവമില്ല എന്ന് പറഞ്ഞു? അപ്പൊ അയാൾ പറഞ്ഞു, ദൈവം ഉണ്ട് എന്ന് തോന്നിയിട്ടൊന്നുമല്ല, പിന്നെന്തേ? ഈ ഒരവസ്ഥയിൽ, ഇപ്പൊ ഞാൻ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറയാൻ കാരണം, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അവനെങ്കിലും വന്ന് രക്ഷിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ? കാരണം ബേജാറായതാണെന്ന് അർത്ഥം. ഇതാണ് ഖുർആൻ. കപ്പലിൽ കയറിയാൽ അവർ അള്ളാഹുവിലേക്ക് മടങ്ങും, കപ്പലിറങ്ങിയാൽ വീണ്ടും ശിർക്ക് വെക്കുന്ന പല സ്ഥലത്തും പറയുന്നുണ്ട്. കാരണം ഈ കപ്പൽ കയറിയാൽ പേടി കൂടും. അതിന്റെ തെളിവാണത്. നിരീശ്വരവാദി അടക്കം അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അവനെങ്കിലും സഹായിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് ഈമാൻ കൊണ്ടല്ല, നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ പറഞ്ഞു പോവാണ്. അങ്ങനെ പറയിപ്പിക്കുകയാണ് അവനെ കൊണ്ട് എന്ന് വേണം പറയാൻ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ കപ്പൽ മഹാദൃഷ്ടാന്തമാണ്. അള്ളാഹു പറഞ്ഞു, ഞാനാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്. കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ പൊങ്ങി സഞ്ചരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് ഞാനാണ്. അള്ളാഹു പറഞ്ഞു. എല്ലാം അങ്ങനെ തന്നെയാണ്. വെള്ളം കീഴ്പോട്ട് ഒഴുകുന്നത്, തീയിലേക്കൊരു സാധനം വീണാൽ അത് കരിയുന്നത്, കത്തുന്നത്, ഇതൊക്കെ പടച്ചോന്റെ നിയന്ത്രണങ്ങളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വെച്ച നിയമവുമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് പറയാം. മിനിയാന്ന് നമ്മൾ പറഞ്ഞു, വലഹു അസ്ലമ മൻ ഫി സമാവാതി വ മൻ ഫിൽ അർദ്. ആ പറഞ്ഞത് അതാണ്. എല്ലാ വസ്തുക്കളും തൗഅൻ വ കർഹൻ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട് എന്ന് പറയില്ല. ആ പറഞ്ഞ സംഗതി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് അങ്ങോട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഈ പൊതു സ്വഭാവത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ചില എക്സെപ്ഷനുകൾ നമുക്ക് കാണാൻ കഴിയും. അതെവിടെ കാണാൻ പറ്റുക? അള്ളാഹുവിന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ കാണും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. അള്ളാഹുവാണ് ഈ ലോകത്തെ മുഴുവനും പടച്ചത്, അവനെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോ, അല്ല, നീ പറയുന്ന ഒരു അള്ളാഹു ഇല്ല, ഞങ്ങൾ അവനെ അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് ശത്രുക്കളും ഇബ്രാഹിം നബിയും തമ്മിലൊരു ഏറ്റുമുട്ടൽ, നുമ്രൂദും ഇബ്രാഹിം നബിയും തമ്മിലൊരു ഏറ്റുമുട്ടൽ. ഈ അള്ളാഹു ഉണ്ടോ അല്ലേ എന്നുള്ളതാ തർക്കം. അള്ളാഹുവിനൊരു പൊതു സ്വഭാവമുണ്ട്. അള്ളാഹു തീയിനോട് കൽപ്പിച്ച ഒരു പൊതു നിയമമുണ്ട്. നിന്റെ ഉള്ളിലേക്ക് വരുന്നതൊക്കെ ചാരമാക്കി ഇടണം, കത്തിച്ച് ചാരമാക്കി എറിയണം.
പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ അള്ളാഹ് ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്കത്തിലാണ് എറിയുന്നത്. അള്ളാഹു തീയിനോട് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ വയറ്റിലേക്ക് എന്തു വന്നാലും കത്തിച്ച് കരിച്ച് ചാരമാക്കണമെന്നതാ എന്റെ നിയമം. പക്ഷേ എന്റെ ഹബീബാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ ഉണ്ടോ ഇല്ലേ എന്ന തർക്കത്തിലാണ് ഇത് വരുന്നത്. ഞാൻ ഉണ്ടെന്ന് ഇവിടെ കാണിക്കണം. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. എന്റെ തീയെ അള്ളാഹ് അങ്ങനെ വിളിച്ചാ പറഞ്ഞത്, എന്റെ തീയെ. ഖുൽനാ, നമ്മൾ പറഞ്ഞു, യാ നാറു, എന്റെ തീ, കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, എന്റെ ഇബ്രാഹിമാണ് നിന്നിലേക്ക് വരുന്നത്, രോമം പോലും കരിച്ചു പോകരുത്. അള്ളാഹ് പറഞ്ഞതാണ്, കേൾക്കുക എന്നുള്ളതാണ് തീയിന്റെ ധർമ്മം. അതിന്റെ ഉത്തരവാദിത്തത അതങ്ങനെ ചെയ്യും. കണ്ടങ്ങൾ, ഒരു രോമം പോലും കരിഞ്ഞില്ല. അതേസമയം മുകളിലൂടെ പോകുന്ന പക്ഷികളൊക്കെ കരിഞ്ഞ ഇതിലേക്ക് ഇങ്ങനെ മൂക്കുകുത്തി വീഴുന്നു. അതിന്റെ ഉള്ളിൽ ചാടിയ നബിക്കൊരു കുഴപ്പം. വെള്ളം താഴോട്ട് ഒഴുകലാണ് വെള്ളത്തിന്റെ പ്രകൃതി. പക്ഷേ ഫറോവയും കൂട്ടരും കടന്നു വന്നപ്പം ആ പ്രകൃതി അങ്ങനെ തന്നെയാ നിലനിന്നത്. പക്ഷേ മൂസ നബി അലൈഹി സ്വലാമും കൂട്ടരും കടക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു, തൽക്കാലം ഒന്ന് അവിടെ നിൽക്കണം, വെള്ളം മാറി അവിടെ നിന്ന്. മൂസ നബി അലൈഹി സ്വലാമും കൂട്ടരും അങ്ങ് അപ്പുറത്തെത്തിയപ്പോ പറഞ്ഞു, ഇനി നിന്നോട് സ്ഥിരമായി പറഞ്ഞ സ്വഭാവം കാണിച്ചു. അപ്പോഴതും കാണിച്ചു. ഇങ്ങനെയാണ് ഇതിന്റെ സ്വഭാവം ഉള്ളത്. ആണ്ടുപോയില്ല. പക്ഷെ അതിലും വലിയ അത്ഭുതങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിലൂടെ അല്ലാഹു കാണിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ എഴുതുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് നാം വളരെ വളരെ കൂടുതലായ നൽകിയത്. കൗസർ തങ്ങൾക്ക് തന്ന പറയുന്ന ആയത്ത് ഇങ്ങനെ വിശദീകരിച്ചപ്പം അവിടുന്ന് പറഞ്ഞു, മൂസ നബിയെ വെല്ലുന്ന മുഅ്ജിസത്തല്ലേ മുത്തുനബിക്ക് കൊടുത്തത്, ഇബ്രാഹിം നബിയുടെ മുഅ്ജിസത്തിനെ വെല്ലുന്ന മുഅ്ജിസത്തല്ലേ മുത്തുനബിക്ക് കൊടുത്തത്. ലോഡുകൾ കയറ്റിയ കപ്പലുകൾ താവാതെ വെള്ളത്തിൽ പൊങ്ങി നിന്നു. ഇന്നത്തെ പോലെ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ചതുമല്ല. വലിയ അത്ഭുതമാണ്. എന്നാൽ മുത്തുനബി ഒരു മരത്തിന്റെ പലക വെള്ളത്തിലിട്ട് താവാതെ നിർത്തിയിട്ട് ഇതാണ് എന്റെ അത്ഭുതം എന്നല്ല ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇന്നാഴ്ചൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞ് അള്ളാഹു പ്രകീർത്തിച്ച മുഹമ്മദുനിൽ മുസ്തഫ തങ്ങള് ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു, അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയുടെ മകൻ സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ മുസ്ലിം അല്ലാത്ത കാലത്ത് അവിടത്തേക്ക് കാണിച്ചു കൊടുത്ത മുഅ്ജിസത്ത് പാറക്കല്ല് വെള്ളത്തിലിട്ടിട്ട് താവാത്ത മുഅ്ജിസത്താണ്. പലക വെള്ളത്തിലിട്ടാൽ താവാതിരിക്കുക എന്നതിലല്ല അത്ഭുതം. അത് ഇന്ന് നമ്മൾ പലകയും വെള്ളത്തിലിട്ടാൽ താവൂല, ചിലതൊക്കെ താവും അല്ലെ. മരം, ചില മരം വെള്ളത്തിൽ താവും, ചിലത് പൊങ്ങിക്കിടക്കും. പക്ഷെ ഏതെങ്കിലും കല്ല് വെള്ളത്തിലിട്ടിട്ട് പൊങ്ങിക്കിടക്കൂ? ഇക്രിമക്ക് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചത് കല്ല് വെള്ളത്തിലിട്ട് പൊങ്ങിക്കിടക്കുന്നതാ. ഇക്രിമ പറഞ്ഞതാ റസൂലുള്ളാഹിനോട്, നബിയെ ആ കാണുന്ന മുഹമ്മദേ, അന്ന് വിശ്വസിച്ചിട്ടില്ല അവൻ. അതുകൊണ്ട് അന്നത്തെ അവസ്ഥയിൽ പറഞ്ഞു, ആ കാണുന്ന സമുദ്രത്തിന്റെ അപ്പുറത്ത് കാണുന്ന ആ വലിയ പാറയില്ലേ, അത് വെള്ളത്തിലേക്ക് ഇങ്ങ് ചാടണം. എന്നിട്ട് അവിടെ മുങ്ങിയിട്ട് ഇവിടെ പൊങ്ങിയാ പോരാ, ഊളിയിട്ട് പൊങ്ങിയാ പോരാ. പിന്നെയോ, എന്നാ നിങ്ങൾ നബിയാന്ന് സമ്മതിച്ചോളാം. നബി തങ്ങൾ ആ കല്ലിനെങ്ങനെ മാടി വിളിച്ചതേ ഉള്ളൂ. ഇക്കര നിന്ന് അക്കരയുള്ള കല്ലിനെ മാടി വിളിച്ചപ്പോ കല്ലിങ്ങോട്ട് ഇളകി വെള്ളത്തിക്ക് ഇങ്ങ് ചാടി പൊങ്ങി നേരെ അങ്ങോട്ട് വന്നു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് നീന്തി. നബി തങ്ങൾ ചോദിച്ചു, മതിയോ എന്ന് ചോദിച്ചു. പോയി അവിടെ തന്നെ നിൽക്കാൻ പറയണമെന്ന് പറഞ്ഞു. അതും കാണിച്ചു കൊടുത്തു. അപ്പം അവൻ പറഞ്ഞു, ഏതായാലും നീ എവിടുന്നോ പഠിച്ചെടുത്തതാട്ടോ, ഇത്ര വലിയ സാഹചര്യങ്ങളെ ഞങ്ങൾ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോഴും വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നെ ഇക്രിമ വിശ്വസിച്ചത്, ഇക്രിമിന്റെ ഭാര്യ പ്രചോദനം നൽകിയപ്പോഴാണ് വിശ്വസിച്ചത്. സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസ്തന്റെ ശേഷം ദീനിന് വേണ്ടി വലിയ ഖിദ്മത്തുകൾ, സംഭാവനകൾ ചെയ്ത മഹാനുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു ഇത് കാണിച്ചിട്ടുണ്ട്. അത് കൂട്ടത്തിൽ അത് പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു അത്ര, ഹബീബിന്റെ ഒരു മദ്ഹ് പറയുക എന്ന ലക്ഷ്യത്തിൽ. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക
ദുൽ ജലാലി വൽ ഇക്റാം കുല്ലു മൻ അലൈഹാ ഫാൻ. ഇതുവരെ നമ്മൾ പറഞ്ഞു വെച്ചതെന്താ? ഭൂമിയും ഭൂമി ലോകത്ത് അല്ലാഹു ചെയ്തു തന്ന സൗകര്യങ്ങളും, ഭൂമിയും ആ ഭൂമി ലോകത്ത് മനുഷ്യനായ നമുക്ക് ആവശ്യമുള്ള വിധം അല്ലാഹു ചെയ്തു തന്ന സൗകര്യങ്ങളുമാണ് ഇതുവരെ പറഞ്ഞതൊക്കെ. ഇനി പറയുന്നു അടുത്ത അനുഗ്രഹം. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത റഹ്മത്ത് അല്ലാഹ് എന്നാണ്? ഇതൊരു അനുഗ്രഹമാണോ അല്ലേ നിങ്ങൾക്ക് ആലോചിക്കാം. അടുത്ത അനുഗ്രഹം എന്നാണ്? കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും. കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമുഖത്തുള്ളവരൊക്കെ, മനുഷ്യനും മനുഷ്യേതര ജന്തുക്കളും എല്ലാം ഫാനിൻ, നശിക്കാനുള്ളതാണ്, നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ഉദാരനായ, പ്രൗഢിയും ഔദാര്യവുമുള്ള, ഉദാരനായ പ്രൗഢമായ അല്ലാഹുവിന്റെ പരിശുദ്ധ നിലനിൽക്കുകയും ബാക്കിയുള്ളത് മുഴുവനും നശിച്ചു പോവുകയും ചെയ്യും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിന്റെ ഏതേ അനുഗ്രഹങ്ങളെ കൊണ്ടാ? നേരത്തെ കപ്പലിനെ കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞു ഫബിഅയ്യി ആലായി. ഇനി ചോദിച്ചു, ഈ ഭൂമിയിൽ അല്ലാഹു മരണം എന്ന അനുഗ്രഹം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, മരണം എന്ന അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുമോ? ജിന്ന് ഇൻസ് വർഗമേ, മരണം എന്ന അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുമോ? മരണം ഒരു അനുഗ്രഹമാണോ? ഇതുവരെ പറഞ്ഞതിലൊന്നും പ്രശ്നമില്ലായിരുന്നു അല്ലേ? ആകാശം പടച്ചു, ഭൂമി പടച്ചു, അന്തരീക്ഷം പടച്ചു, മനുഷ്യനെ പടച്ചു, മനുഷ്യന് വേണ്ട വാഹന സൗകര്യങ്ങൾ പടുത്തുന്നു, എല്ലാം അനുഗ്രഹങ്ങളാ. പക്ഷെ ഇപ്പോൾ ഇനി പറയുന്നത് മരണം ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ പിന്നെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുർ റഹ്മാനിൽ അല്ലാഹ് പറയുന്നതൊക്കെ റഹ്മത്തുകളാണ്. അപ്പൊ അതിലൊരു റഹ്മത്തിന്റെ ഒരു നമ്പർ റഹ്മത്ത് പറഞ്ഞതാ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മരണം ഒരു അനുഗ്രഹമാണോ? ആണ് എന്നറിയണമെങ്കിൽ ഒരു 90 വയസ്സ് കഴിഞ്ഞിട്ട് മരിക്കാതെ കിടന്നു നോക്കണം പറയും. അതുവരെ വേഗം തിരിഞ്ഞോളന്നില്ല. ഒരു 90 വയസ്സ് കഴിഞ്ഞിട്ട് മരിക്കാതെ ഭൂമിയിൽ കിടക്കുകയാണെങ്കിൽ പിന്നെ കാണുന്നോലോടൊക്കെ പറയും, ഒന്ന് നല്ലവർക്ക് മരിച്ചിട്ടാന്ന് വരക്കണേന്ന് അല്ലേ? മരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് അനുഗ്രഹം തന്നെയാണ്. ആര് പറഞ്ഞു അല്ലാന്ന്? മരിച്ചിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഹാലെന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ ഉപ്പാപ്പന്മാരൊക്കെ ഇവിടെ തന്നെ ബാക്കിയുണ്ടെങ്കിൽ അല്ലേ, ഈ ഒരു 90 വയസ്സ് പോട്ടെ, ഒരു 70-80 വയസ്സിന്റെ ഉള്ളിൽ ഇപ്പൊ എല്ലാവരും പോകും. അതുവരെ നോക്കാൻ തന്നെ മക്കൾക്കാവൂല. അതുവരെ നോക്കാൻ തന്നെ മക്കൾക്കാകൂല. അതല്ലേ ഇന്നത്തെ അവസ്ഥ? മരണം അനുഗ്രഹമാണ്. ഞാൻ വന്നിരുന്നപ്പോ ആചാര്യനോട് പറഞ്ഞു, ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ഉസ്താദ് വരക്കണം കേട്ടോ പറഞ്ഞു. ആചാര്യ മക്കൾ നോക്കാത്തതുകൊണ്ടല്ല പറഞ്ഞത്, അത് സാധാരണ പറയുന്ന വയസ്സായ ആളുകളൊക്കെ പറയുന്ന ഒരു വർത്താനം. അപ്പൊ ഞാൻ പറഞ്ഞു, മരിക്കൽ അവിടെ കട്ടെ, മരിക്കുമ്പോ ഈമാൻ കിട്ടാൻ ഞാൻ വരുന്നോളാണ്. അല്ല, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മരിക്കാനിപ്പോ ഒന്നും ആയിട്ടില്ല, കുറച്ചും കൂടെ പോട്ടെ. ഈ മഹല്ലത്തിന്റെ നേതൃത്വത്തിൽ ഇതുപോലെ കുറെ കാലം അള്ളാഹു ആഫിയത്തോടെ നിലനിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കട്ടെ. എല്ലാവർക്കും, ഈ സദസ്സിൽ കൂടി എല്ലാവർക്കും നല്ല ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. പക്ഷെ ആഫിയത്ത് അങ്ങോട്ട് മോശമായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും തോന്നും ഇനി മരിക്കലാ നല്ലത്. അപ്പൊ പിന്നെ ആവശ്യം മാത്രമേ ഉള്ളൂ, ഈമാൻ കിട്ടി മരിക്കാം. പറയും, ആരാ പറയാത്തത്? അതേസമയോ ആഫിയത്ത് നിലനിൽക്കുന്ന കാലത്തോളം മരിക്കാൻ വലിയ ആഗ്രഹമൊന്നും ആരും ഉണ്ടാവില്ല. രോഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാ പ്രശ്നം ഉണ്ടാകുക. ഒരു വലിയ മഹാൻ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് അറിയാത്തതുകൊണ്ടല്ല, പലപ്പോഴും ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട്, അറിയാത്തതുകൊണ്ടല്ല, ബഹുമാനം കീപ്പ് ചെയ്തുകൊണ്ട് പറയാതിരിക്കുക.
ഒരു വലിയ മഹാൻ ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, എൻ്റെ ശേഷം, അതെ, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ, എൻ്റെ പേരമക്കൾ ഇങ്ങനെ വരാൻ പോകുന്നൊരു ടീമുണ്ടല്ലോ അല്ലെ, എനിക്കിപ്പോൾ കുറേ കുട്ടികളും പേരമക്കളും ഇങ്ങനെ വരുമല്ലോ, അവരെ മൊത്തം എനിക്കൊന്ന് കാണാൻ. ഇപ്പം എനിക്കിപ്പോൾ 4 മക്കളാണുള്ളത്. ഈ 4 മക്കൾക്കൊക്കെ മക്കളുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കാണാനൊരു പൂതി ഉണ്ടാവില്ലേ? അതൊക്കെ കാണാനൊരു പൂതി ഉണ്ടായിരുന്നു. ഒന്ന് കാണിച്ചു ചോദിച്ചു. വലിയൊരു മഹാനാണ്. അപ്പൊ ഒരു കറാമത്ത് അല്ലെങ്കിൽ ഒരു മുഅ്ജിസത്ത് എന്ന നിലക്ക് ഞാനൊന്ന് തെളിച്ച് പറയാതെ നിങ്ങൾക്ക് ആളെ തിരിയുന്നുള്ളതുകൊണ്ടാ. അപ്പൊ പറഞ്ഞു, എന്ത്, എനിക്കൊന്ന് കാണണം, കറാമത്ത് മുഅ്ജിസത്ത് എന്ന നിലക്ക് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ആ കൂട്ടത്തിൽ എത്രയോ മക്കളെ തലമുറയാ കാണുന്നത്, ഖിയാമത്ത് നാൾ വരെയുള്ള ആ കൂട്ടത്തിൽ ഒരു കുട്ടിനെ വല്ലാതെ കണ്ണില് വല്ലാതെ ശ്രദ്ധ ആകർഷിച്ചു. ഒരു കുട്ടിയുടെ മുഖത്ത്, നല്ല സുന്ദരനാണ്, നല്ല കുട്ടിയാണ്, നല്ല മുഖലക്ഷണമുള്ള ഒരു കുട്ടി. പഠിച്ചോനെ, ഇതാരാണ്? ആ കുട്ടിയുടെ പേര് പറഞ്ഞു. ഈ കുട്ടിക്ക് എത്ര കൊല്ല റബ്ബേ നീ ആയുസ് കണക്കാക്കി എന്ന് ചോദിച്ചു. ബാക്കിയുള്ളവരുടെയും ചോദിച്ചിട്ടില്ല, ഇക്കുട്ടിയുടേത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അക്കുട്ടിക്ക് ഞാൻ 60 ചില്ലാനം വയസ്സാണ് കണക്കാക്കിയത്. 60 ചില്ലാനം വയസ്സ്. ഓഹോ, അതൊരു നല്ല കുട്ടിയാണല്ലോ. മുഖത്ത് നോക്കിയിട്ട് പഠിച്ചവനെ 60 ആക്കണ്ട, അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് 100 ആക്കി കൊടുക്കുമോ നീ? ഒരു ശുപാർശ പറഞ്ഞു. അത് 60 ചില്ലാനാണ് ഞാൻ നിശ്ചയിച്ചത്. എനിക്ക് നീ എത്രയാ വയസ്സ് തരാൻ തീരുമാനിച്ചത്? നിങ്ങൾക്ക് 1000 കൊല്ലം വയസ്സ്, നിങ്ങൾക്ക് 1000 കൊല്ലം വയസ്സ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. അത് ശരി, എന്നാ എൻ്റെ 1000 ഒരു 40 എടുത്തിട്ട് അതിന് കൊടുക്കുക, എന്നിട്ട് അക്കുട്ടിക്ക് ഒരു 100 വയസ്സ് കൊടുക്കണം. അത് വേണമെങ്കിൽ ചെയ്തോളാം, നിങ്ങളത് 40 എടുത്തിട്ട് കൊടുക്കണമെങ്കിൽ കൊടുത്തോളാം. തീരുമാനിച്ചു. കിതാബുകളിൽ കാണാം ഈ സംഭവം, രസകരമായി എഴുതിയത് കാണാം. ഏതായാലും ഈ മഹാൻ, ഇത് പിൽക്കാലത്ത് ഇദ്ദേഹത്തിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണ്. ഈ മഹാന് 960 വയസ്സ് പ്രായമായി. അപ്പുണ്ട് മലക്കുൽ മൗത്ത് അസ്രായിൽ അലൈഹി ഇസ്ലാം ഇങ്ങനെ വരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇനി 40 കൊല്ലം കൂടെ ഉണ്ട് ശരിക്ക്, അള്ളാഹ് കണക്കാക്കിയ ആയുസ് പ്രകാരം. പക്ഷെ നിങ്ങളത് നിങ്ങളൊരു പേരക്കുട്ടിക്ക് നീക്കി വെച്ചിട്ട് 40 വയസ്സ് നിങ്ങളെ പേരക്കുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ. അങ്ങനെയാണെങ്കിൽ നാളെയാണ് നിങ്ങളെ സമയം. അപ്പൊ ഒന്ന് ചോദിച്ചുറപ്പിച്ചിട്ട് ആക്കാന്ന് വിചാരിച്ചിട്ടാണ്, അത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോ ഈ മഹാൻ പറഞ്ഞത്രേ, ഈ ഉപ്പാപ്പ പറഞ്ഞത്രേ, അത് പടച്ചോൻ ആദ്യം കണക്കാക്കിയതിലൊന്നും പൊയ്ക്കോട്ടെ, പറഞ്ഞ വാക്കൊക്കെ കണ്ടു വെച്ചാളി, പറഞ്ഞ വാക്ക്, ഞാൻ പറഞ്ഞു പോയ വാക്കാണ് മാറ്റി വെച്ചാൽ പടച്ചോൻ കണക്കാക്കിയ പോലെ സംഗതിയാണ് നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ 960 കൊല്ലം ജീവിച്ചിട്ടും ജീവിതം മടുത്തിട്ടില്ല. മടുക്കൂല. ആഫിയത്ത് ഉണ്ടെങ്കിൽ മടുക്കൂല, ആഫിയത്ത് ഇല്ലെങ്കിൽ 40 തന്നെ മടുക്കും ചെയ്യും. എത്ര ആളുകളുണ്ട്. ജീവിക്കുന്നതിലും ഭേദം മരിക്കലാണ് എന്ന് ഞമ്മക്കും അവർക്കൊക്കെ തോന്നിയ അവസ്ഥ. അപ്പൊ മരണം ഒരു അനുഗ്രഹമാണ്, അല്ലാന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. മരണം അനുഗ്രഹമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സുബ്ഹാന മൻ ജല്ല ജലാലു. അല്ലാഹുവിന്റെ ദാത്ത് മാത്രം ശേഷിക്കും, അള്ളാഹുവിന്റെ തിരുദാത്ത് മാത്രം. അതാണ് വജ്ഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആരെങ്കിലും അറബി ഭാഷ അറിയുന്നവരുണ്ടെങ്കിൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖമല്ലേ എന്ന് ചിലപ്പോൾ ചെറിയ ഒരു സംശയം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിന്റെ തിരുദാത്ത്. വജ്ഹ് എന്ന് പറഞ്ഞാലും മൊത്തം ഉദ്ദേശിക്കുന്ന ശൈലി സാധാരണ ഭാഷയിലുള്ളതാണ്, സാധാരണ ഭാഷയിലുള്ളതാണ്. എന്റെ കൈ ഒരാൾ കണ്ടാൽ എന്നെ കണ്ടു എന്ന് പറയാറില്ല. നിങ്ങളെ കയ്യോ കാലോ കണ്ടാ നിങ്ങളെ കയ്യോ കാലോ കണ്ടു എന്നാ പറയാ. നേരെ മറിച്ച് ഒരു മതിലിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി, ഞാൻ നിങ്ങളെ മുഖം കണ്ടു, ഞാൻ പറയും ഞാൻ ഹസൈനെ കണ്ടു, ഹുസൈനെ കണ്ടു എന്ന് പറയും. മുഖം കണ്ടാ തന്നെ മുഴുവൻ കണ്ടു എന്ന് പറയും. പക്ഷെ കയ്യും കാലും കണ്ടാ കൈ കണ്ടു കാലു കണ്ടു എന്നേ പറയുള്ളൂ. അതതിന്റെ ശൈലിയാണ്. ഇതൊക്കെ വെച്ചിട്ട് അള്ളാഹുവിന് മുഖമുണ്ട്, കൈയുണ്ട്, കാലുണ്ട് എന്നൊക്കെ പറയുന്നവർ വിഡ്ഢികളാണ്. മുഴുവൻ മുഫസ്സിറുകളും വജ്ഹു റബ്ബിക എന്നതിന് ദാത്തു റബ്ബിക, റബ്ബിന്റെ പരിശുദ്ധ ദാത്ത്, പരിശുദ്ധ സത്ത, അതാണ്
അതാണ് വജ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രം ബാക്കിയാകും. ബാക്കിയുള്ളത് ലോകത്തുള്ളതെല്ലാം മരിക്കാനുള്ളതാണ്. അവശമായ പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മരിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും കഥ? ഒന്നാലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒന്ന് മരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു ഉസ്താദേ എന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ പറയുന്നവർ എത്ര പേരുണ്ട്? അല്ലാഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞു, സുമ്മ നുഖ്രിജുകും തിഫ്ലൻ സുമ്മ ലിതബ്ലുഗു അശുദ്ദകും വമിൻകും മൻ യുതവഫാ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം. അവശമായ പ്രായത്തിലേക്ക് എത്തിയാൽ പിന്നെ സംഗതി അപകടമാണ്. അവശമായ പ്രായം എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കൊന്നുമില്ല. 40-ൽ തന്നെ എല്ലാ ആഫിയത്തും നഷ്ടപ്പെട്ട പിന്നെ സംഗതി അങ്ങനെ തന്നെയായി. അള്ളാഹു പറഞ്ഞു, നിങ്ങളെ കുഞ്ഞുങ്ങളായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്കിറക്കുന്നു നമ്മൾ. സുമ്മ നുഖ്രിജുക്കും തിഫ്ലാ സുമ്മ ലിതബ്ലുഗു അശുദ്ദകും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പക്വമായ പ്രായത്തിലെത്തി. വമിൻകും മൻ യുതവഫാ, നിങ്ങളിൽ നിന്ന് ഇടക്കാലത്ത് മരിക്കുന്നവരുണ്ട്, നല്ല നേരത്ത് തന്നെ മരിച്ചു പോകുന്നവരുണ്ട്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, അവശമായ പ്രായത്തിലേക്ക് നീട്ടിയിടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ, എല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു ചുക്കും അറിയാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയാണത്. നിങ്ങളെത്തും, ആ ഒരവസ്ഥയിലേക്ക് നീട്ടിയിടും. അതെ, എല്ലാം ഇവൻ അറിയാമായിരുന്നു, പക്ഷേ ഇപ്പൊ ഒന്നും അറിഞ്ഞൂടാ. വലിയ പണ്ഡിറ്റായിരുന്നു, എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കാഷ്ടിച്ചത് വാരി വായിലിടുകയാണ്, മൂത്രിച്ചത് കോരി കുടിക്കുകയാണ്. അത്തുംപിത്തും എന്ന് നമ്മൾ പറയും, പിച്ചുംപേയും പറയുന്ന കാലം. എല്ലാം അറിഞ്ഞതിന്റെ ശേഷം ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നത് വരെ അവശമായ പ്രായത്തിലേക്ക് അല്ലാഹു തള്ളുന്നവരാ കൂട്ടത്തിലുണ്ട്. സൂറത്തുൽ ഹജ്ജ് അതിന്റെ 5-ാം വചനത്തിൽ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന ആശയമാണിത്. ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ നല്ല നിലക്കങ്ങ് മരിച്ചു പോകും പലരും. ആ മരണം വലിയ ഒരനുഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സൂറത്തു അബസയിൽ നീണ്ട ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. മരണം ഒരനുഗ്രഹമാണ് എന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന നല്ല ഒരു ഭാഗം എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? അല്ലാഹു തആല പറയുന്നു, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സൂറയിൽ കാണാം, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسره ثم أماته فأقبره ثم إذا شاء أنشره. അല്ലാഹു പറയാണ്, ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ നശിച്ചു പോകട്ടെ, മനുഷ്യൻ തുലയട്ടെ. ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ തുലയട്ടെ. മാ അക്ഫറ, ഈ മനുഷ്യൻ ഇത്രമാത്രം നന്ദി കെട്ടവനായതെങ്ങനെയാണ്? മാ അക്ഫറ, ഈ മനുഷ്യൻ ഇത്രമാത്രം നന്ദി കെട്ടവനായതെങ്ങനെയാണ്? അല്ലാഹുവിനോട് ഇങ്ങനെ നന്ദികേട് കാണിക്കാമോ? മിൻ അയ്യി ശൈഇൻ ഖലഖ, ഏതൊരു വസ്തുവിൽ നിന്നാണ് അവനെ നമ്മൾ പടച്ചത്? ഒരു തുള്ളിയില്, ഇന്നലെ 1-ാം ദിവസം നമ്മൾ പറഞ്ഞതുപോലെ, ഒരു തുള്ളിയില് ലക്ഷക്കണക്കിന് ബീജാണുക്കളുണ്ടെന്ന് പറഞ്ഞ ആ ഒരു സ്പേമിൽ നിന്നല്ലേ മനുഷ്യനെ അല്ലാഹു പടച്ചത്. മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ആ ഒരു സ്പേമിൽ നിന്ന്, ആ ഒരു ബീജഗണത്തിൽ നിന്ന്, ഖലഖഹു, അവനെ അല്ലാഹു പടച്ചു, ഫഖദ്ദറഹു, അവന് വേണ്ടതൊക്കെ ആ നുത്ഫത്തിൽ നിന്ന് തന്നെ കണക്കാക്കി. ഞാനാകാൻ ആവശ്യമായ ഒരു ബീജഗണം, കോടിക്കണക്കിന് ബീജകണങ്ങൾ
എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുമ്പോ എന്റെ വാപ്പയിൽ നിന്ന് നീങ്ങുന്ന ഈ ബീജഗണത്തിൽ ഒന്നാണ് ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഞാൻ, അല്ലേ? എങ്കിൽ ആ ഒരു കണത്തിലുണ്ട് ഞാൻ ആണാണോ പെണ്ണാണോ എന്ന തീരുമാനം. ആ ഒരു കണത്തിലുണ്ട് ഞാൻ വെളുത്തവനോ കറുത്തവനോ എന്ന തീരുമാനം. ആ ഒരു കണത്തിലുണ്ട് എന്റെ ഹൈറ്റ് എത്രയാണെന്ന് തീരുമാനിക്കാനുള്ള ശേഷി. അതാണ് ഖലഖഹു ഫഖദ്ദറഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. ആ ഒരു സാധനമാണ് എന്റെ ഹൈറ്റ് തീരുമാനിച്ചത്, എന്റെ വെയിറ്റ് തീരുമാനിച്ചത്, എന്റെ നിറം തീരുമാനിച്ചത്, എന്റെ ലിംഗം തീരുമാനിച്ചത്. എല്ലാം അതല്ലേ? എല്ലാം അതാണ്. എന്താണ് ആ വാക്കിന്റെ ഒക്കെ സമഗ്രത? നമ്മൾ ആലോചിക്കാതെ പോയല്ലോ. മിൻ നുത്ഫത്തിൻ ഖലഖഹു എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ഫഖദ്ദറഹു. എത്ര വണ്ണം വേണം, എത്ര ഉയരം വേണം, ഏത് ലിംഗമായിരിക്കണം, ഏത് നിറമായിരിക്കണം, എത്ര മുടി വേണം, വലിയ മുടിയോ ചെറിയ മുടിയോ, സഹോദരിമാരെ ഒക്കെ കണക്കാക്കിയത് വാപ്പയുടെ ഈ ബീജഗണത്തിൽ നിന്നുമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഞാൻ കാട്ടേണ്ടതെന്ന് അറിയാതെ അങ്ങനെ അടക്കായിരുന്നില്ലേ? അപ്പോഴല്ലേ ഒരു കാക്ക കൊന്ന് കുഴിച്ചിടുന്നത് കണ്ടപ്പോ മനസ്സിലായത്, അപ്പോഴല്ലേ കാബീലിന് മനസ്സിലായത്. അല്ലാഹു പറഞ്ഞു, അത് ഞാനാ കാണിച്ചു കൊടുത്തത്. അടക്കിപ്പിച്ചതും ഞാനാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ട് പിന്നീടൊരിക്കൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ആ ഒരു ദിവസം വിജയിച്ചു കിട്ടണം. അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ്, അടുത്ത ടേണിംഗ് പോയിന്റ് അതാണ്. ആ 3 ദിവസം എളുപ്പമായി കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ 3 ടേണിംഗ് പോയിന്റുകളാണ് ഇത് 3. യൗമുൽ വിലാദ, യൗമുൽ മൗത്ത്, യൗമുൽ ബഅസ്. ജനന തീയതി, മരണ തീയതി, പുനരുത്ഥാന തീയതി. ഇത് 3 പ്രധാനമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്. അതുകൊണ്ടാണ് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞത്. സക്കരിയ നബിന്റെ മകൻ യഹ്യ അലൈഹിസ്സലാം പറഞ്ഞതല്ല, അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹ് പറഞ്ഞു. ഈസാ നബി സ്വന്തത്തെ പറ്റി പറഞ്ഞു, സലാമുൻ അലയ്യ യൗമ വുലിത്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. ഞാൻ പ്രസവിച്ച ദിനം അനുഗ്രഹീതമാണ്, എന്റെ മരണദിനവും അനുഗ്രഹീതമാണ്, എന്റെ പുനരുത്ഥാനവും അനുഗ്രഹീതമാണ്. അതേസമയം യഹ്യ അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹു പറഞ്ഞു, സലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ. അല്ലാഹു പറഞ്ഞതാണ്. അതാണ് ഈസാ നബിയും യഹ്യ നബിയും തമ്മിൽ ഒരു ചെറിയ സംവാദം നടന്നു. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, അവരൊരു സംവാദം നടത്തുന്നത് ഞാൻ കേട്ടു, നിങ്ങൾക്കോ എനിക്കോ കൂടുതൽ മഹത്വം. അപ്പൊ യഹ്യ നബി പറഞ്ഞു, നിങ്ങൾക്കാണ്. കാരണം അങ്ങനെയാണ് പറയാൻ പറ്റുക. ആ രൂപത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്കാണ് കൂടുതൽ മഹത്വം എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ വാപ്പല്ലാതുണ്ടായ കുഞ്ഞാണ്, അല്ലാഹു തആല ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നേരിട്ട് സൃഷ്ടിച്ച കുഞ്ഞാണ്. അങ്ങനെ പറഞ്ഞിട്ട് അത്ഭുതങ്ങൾ പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആ മഹത്വമാണ്. കാരണം എൻ്റെ പേരിൽ ജീവിതത്തിന്റെ 3 ടേണിംഗ് പോയിന്റിലും എനിക്ക് സലാമത്തുണ്ട്, എനിക്ക് രക്ഷയുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ തന്നെ പറഞ്ഞതാണ്. യൗമ അലയ്യ യൗമ വുലിത്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. പക്ഷെ നിങ്ങളെപ്പറ്റി അല്ലാഹു പറഞ്ഞതാ, സലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് വലിയ. നബി അലൈഹിസ്സലാം യഹ്യ നബിയെ ഇങ്ങനെ ഇത് രസകരമായി സ്നേഹപൂർവ്വമുള്ള തോൽപ്പിക്കലും ജയിപ്പിക്കലും ഒക്കെയാണ്. ഇത് കണ്ടപ്പോ യഹ്യ അലൈഹിസ്സലാം ചിരിച്ചുപോയി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു പറയുന്നതൊക്കെ അനുഗ്രഹമാണ്. കല്ലാ ലമ്മാ യഖ്ളി മാ അമറ. പക്ഷേ എന്നിട്ടും അല്ലാഹു അവനോട് കൽപ്പിച്ചതൊന്നും എല്ലാവരും അന്തത്തുലു ചെല്ലാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം, ആദരവോടെ ബഹുമാനത്തോടെ നിൽക്കണം. അത് കഴിഞ്ഞ് അന്തത്തുലു ചൊല്ലിക്കഴിഞ്ഞ ഉടനെ سيدي خير النبي
الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت منجينا عدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع المبتهي والحبيب العربي ارتكبت على الخطا غير حسن وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع المبتهي والحبيب إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب الصلاة على النبي كل وقت دائما لا المبتهي والحبيب العربي. സുഹൃത്തുക്കളെ, അല്പസമയവും കൂടെ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. അപ്പോൾ വിഷയം എന്തിപ്പോ പറഞ്ഞത്, മരിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അതല്ല എന്നാരും പറയൂല. അത് കുറച്ചൊന്നും ഇവിടെ ബ്ലോക്കായി കിടന്നാൽ എല്ലാവർക്കും ബോധ്യപ്പെടും. മരിച്ചു കിട്ടിയെങ്കിലും തോന്നും, കാണുന്നവരോടൊക്കെ പറയും. പക്ഷെ ഇതിലൊക്കെ പടച്ചോന്റെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം നമ്മൾ അംഗീകരിക്കണം. മരിക്കാൻ കൊതിക്കരുത്. ഹയാത്ത് ഖൈറാണെങ്കിൽ എന്നെ ജീവിപ്പിക്കണം, അല്ല വയിൻകാനത്തിൽ വഫാത്തു ഖൈറല്ലേ, വഫാത്താണ് മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ ഫതവഫനി, എന്നെ മരിപ്പിക്കണേ. അങ്ങനെ അവസാനം പറയാൻ പറ്റുന്ന ഒരു ചാൻസ് ഉള്ളൂ. ഏതായാലും ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞാൽ, അത് പ്രായത്തിന്റെ കണക്കൊന്നുമില്ല, പ്രായം നമ്മൾ കണക്കാക്കണ്ട. ഒരു പ്രത്യേക കണക്കങ്ങോട്ട് കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വരും. ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ജീവിക്കാതിരിക്കലാ നല്ലത്. അല്ലാഹു തആല ആഫിയത്തോടുകൂടെ നമുക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൽബു ശൈഖി ശാബുൻ അലാ ഹുബ്ബി ഇസ്നതൈൻ ജംഇൽ മാലി വതൂലിൽ ഹയാ.
രണ്ട് സംഗതികളോടുള്ള സ്നേഹം പരിഗണിക്കുമ്പോൾ ഏത് വയസ്സന്റെ കൽബിനും യുവത്വം പ്രസരിക്കും. ഹബീബ് റസൂലുള്ളാഹി ഖൽബു ശൈഖി ശാബുൻ, ഏത് വയസ്സന്റെ കൽബിനും യുവത്വത്തിന്റെ പ്രസരിപ്പാണ്. അലാ ഹുബ്ബിസ്നതൈൻ, രണ്ട് കാര്യങ്ങളോടുള്ള സ്നേഹം പരിശോധിക്കുമ്പോൾ ജംഇൽ മാലി വതൂലിൽ ഹയാ, ആഫിയത്തോടെയുള്ള ദീർഘായുസ്സും സമ്പാദ്യവും. ഇത് എത്ര ജീവിച്ചാലും മടുക്കൂല. നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഈ 80-85 ഒക്കെ കഴിഞ്ഞോല് പിന്നെ ഇങ്ങനെ ദുന്യാവുമായിട്ട് ഇങ്ങനെ കെട്ടി മറിയുമ്പോൾ നമ്മൾ ചോദിക്കും, ഹേക്ക് ഇനിയെങ്കിലും ഒന്ന് നാളത്തേക്കുള്ള അതാണ് വേണ്ടത്, അതാണ്. പക്ഷെ അതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബിതങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തീരൂലാന്ന്, കൊതി തീരൂലാന്ന്. ഒരു 10 റുപ്യ ഉണ്ടാക്കാൻ മാർഗം ഉണ്ടോ എന്ന് പിന്നെയും നോക്കും. ഇനി ആർക്കും ആചാരങ്ങൾ ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, അതങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതതിന്റെ സ്വഭാവമാണ്. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മരണം ഖൈറാണ്. മരണം വലിയ ഒരു റഹ്മത്താണ്, ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മക്കളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഏതാനും പ്രാർത്ഥനാ വചനങ്ങൾ തന്റെ മുഴുവൻ മക്കളെയും സംസാര പ്രായമെത്തിയാൽ ഉടനെ ആ മക്കളെ ചൊല്ലി പഠിപ്പിക്കുന്ന വാപ്പയായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹു. കമാ യുഅല്ലിമുൽ മുഅല്ലിമുൽ ഗിൽമാൻ, നിങ്ങളെ മദ്രസയിലെ ഉസ്താദ് കുട്ടികളെ ചൊല്ലി പഠിപ്പിക്കും പോലെ, അങ്ങനെയാ പറഞ്ഞത്. കമാ യുഅല്ലിമുൽ മുഅല്ലിമുൽ ഗിൽമാൻ, നിങ്ങളെ മദ്രസയിലെ കുട്ടികളെ ഉസ്താദ് കുട്ടികളെ പഠിപ്പിക്കും പോലെ സഅദ് റളിയല്ലാഹു അൻഹു സ്വന്തം മക്കൾക്ക് സംസാരപ്രായമെത്തിയാൽ എന്ത് ചെയ്യും? പഠിപ്പിക്കും. എന്താണ് ആ പഠിപ്പിക്കുന്ന പ്രാർത്ഥന? എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ദ്വാരക്കാൻ ഒരു ദുആ, അത് കാണാതെ പഠിപ്പിക്കും. സംസാരപ്രായത്തിയ കുട്ടികളെ അത് കാണാതെ പഠിപ്പിക്കലാണ് സഅദ് റളിയല്ലാഹുവിന്റെ പണി. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി വഅഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമരി വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദുനിയാ വഅഊദു ബിക മിൻ അദാബിൽ ഖബർ. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഅദ് റളിയല്ലാഹു അൻഹു മക്കൾക്ക് പ്രായപൂർത്തിയെത്തിയ ചൊല്ലി പഠിപ്പിക്കല ഈ ദുആ. എന്താ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ, പടച്ചവനെ ഞാൻ ഭീരുത്വത്തെ തൊട്ട് നിന്നോട് അഭയം തേടുന്നു. ഭീരുവായി ദുനിയാവിൽ ഒരു ദിവസം പോലും ജീവിച്ചിട്ടൊരു കാര്യമില്ല. പേടിത്തൊണ്ടനായിട്ട് ജീവിച്ചിട്ടൊരു കാര്യമില്ല. പേടിത്തൊണ്ടന എന്നെ വയ്യാതെ കിടത്തരുത്, ശയ്യാവലംബിയാക്കരുത്. വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദുനിയാ, ദുനിയാവിന്റെ പരീക്ഷണത്തെ തൊട്ടും വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിനെ തൊട്ടും നിന്നോട് ഞാൻ അഭയം തേടുന്നു നാഥാ. ഇത് ദുആ ചെയ്യാൻ തന്റെ മക്കളെ പഠിപ്പിക്കുന്നവരായിരുന്നു മഹാനവറുകള്. അതുകൊണ്ട് എന്നും നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ദുആ ചെയ്യാൻ കടപ്പെട്ട ധാരാളം ആളുകളുണ്ട്. 77 കഴിഞ്ഞ് 78 കടന്ന ഞങ്ങളുടെ വന്യരായ ശൈഖുനയുണ്ട്. വന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹുവേ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. കിട്ടിയാൽ ഇത്ര കാലം ഉണ്ട് ഞങ്ങളെ കണക്ക് പ്രകാരം. പടച്ചവനെ നീ ഒരു നീണ്ട കാലം നൽകണേ അല്ലാഹ്. അത് ഇന്നത്തെ പോലെ ഒരു ദിവസം പോലും കിടപ്പിലാക്കാതെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്ന ആ ആഫിയത്തോടെ നീണ്ട ആയുസ് നീ നൽകണേ അല്ലാഹ്. ആ വലിയ മഹാനു നീ നീണ്ട ആയുസ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ വയസ്സൊരു 10 വയസ്സ് ഉസ്താദിന് കൊടുത്തിട്ടെങ്കിലും ഉസ്താദിന്റെ ആയുസ് നീട്ടണം. കാരണം ഞാൻ 10 കൊല്ലം കിടന്നിട്ടും 40 കൊല്ലം കിടന്നിട്ടും ഒരു കാര്യമില്ല. ഉസ്താദ് ഒരു 10 കൊല്ലം കിടന്നാൽ വലിയ കാര്യമുണ്ട്. അതുകൊണ്ട് അതാണ് കാരണം, അതാണതിന്റെ കാരണം. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പടച്ചോനെ അർഹമുർ റഹീമായ റബ്ബേ, നല്ലത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن كل يوم هو في شأن
فبأي آلاء ربكما تكذبان. ഇനി അടുത്ത വിഷയം യസ്അലുഹു മൻ ഫിസ് സമാവാതി വമൻ വൽ അർദ്. ആകാശഭൂമികളിലുള്ളവരെല്ലാം അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പടച്ച റബ്ബിനോടാണ്. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ മറ്റൊരനുഗ്രഹം അല്ലാഹു നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഈ ആകാശത്തും ഭൂമിയിലുമുള്ളവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ ചോദിക്കുന്നു, അത് മുഴുവനും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞാനാണ്. എത്ര ആളുകളുടെ ചോദ്യം കേൾക്കണം എനിക്ക്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ പറഞ്ഞിട്ടൊരു സംഗതി ഇല്ല, അതിന് സമയമല്ല. അതെങ്ങനെയാ സാധിക്കുക? അവിടെയാണ് ക്രിസ്ത്യാനികൾക്ക് തെറ്റുപറ്റിയത്. ക്രിസ്ത്യാനികൾ പറയുന്നത് ശനിയാഴ്ച അള്ളാഹ്ക്ക് ഹോളിഡേ ആണെന്ന്. അവരുടെ വാദത ശനിയാഴ്ച അള്ളാഹുവിന് ഹോളിഡേ ആണ്, അവധി ദിനാണ്, അന്നൊരു പണിയും ചെയ്യുന്നില്ല, അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ വാദതല്ല. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അതാണ് ശരിക്കും ശനിയാഴ്ചക്ക് യൗമുസ്സബ്ത് എന്ന പേര് തന്നെ വരാൻ കാരണം. പണ്ട് മുതലേ പോകുന്നതാണ്. യൗമുസ്സബ്ത് എന്ന വിശ്രമനാള് എന്നാണ് നേരെ അതിന്റെ അർത്ഥം തന്നെ. 6 നാളിലായി അയ്യാമിലായി ആകാശഭൂമികളെ അള്ളാഹു പടച്ചു. വലിയൊരു പണിയെടുത്തതല്ലേ. അപ്പൊ ഒരു ദിവസത്തെ ലീവ് എടുത്തു എന്നാ. ശനിയാഴ്ച വെള്ളിയാഴ്ചയാണ് നിർമ്മാണം പൂർത്തിയായത്, പിന്നെ ഒരു ദിവസം ലീവ് എടുത്തു. എന്തോ ഒരു എന്റെ അബദ്ധങ്ങളായി പറയുന്നതൊക്കെ. ഫീ സിത്തത്തി അയ്യാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 6 നാളിൽ എന്ന് തന്നെ അല്ല. ആകാശഭൂമികളെ അള്ളാഹു 6 ഘട്ടങ്ങളിലായി പടച്ചു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം അന്ന് ഈ പറഞ്ഞ വെള്ളിയും ശനിയും ഞായറും തിങ്കളും ദിവസങ്ങളൊന്നുമില്ല, അതൊക്കെ പിന്നുണ്ടായതാണ്. സൂര്യനും ചന്ദ്രനും ഒക്കെ വന്നതിന്റെ ശേഷമുള്ള ലോകം. അതിന്റെ മുമ്പ് അല്ലാഹു തആല ആകാശഭൂമികളെ അല്ലാഹു പടച്ചു. ആകാശഭൂമികളെ പടച്ചു. എന്നിട്ട് അല്ലാഹു തആല വിശ്രമിച്ചു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതാണ്. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു ഗൗരവത്തോട് കൂടെ തന്നെ പറഞ്ഞു, അല്ലാഹു കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. എല്ലാ സമയത്തും അല്ലാഹു തിരക്കിലാണ്, അല്ലാഹു കർമ്മനിരതനാണ്. അല്ലാഹു തആല എന്നും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ലഖദ് ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണ്. വെള്ളിയാഴ്ച സൃഷ്ടികർമ്മം കഴിഞ്ഞു, ശനിയാഴ്ച ക്ഷീണം തീർത്തു, റെസ്റ്റ് എടുത്തു എന്നാ. 7ാമത്തെ ദിവസം ദൈവം റെസ്റ്റ് എടുത്തു എന്നാ ഇവരുടെ ഗ്രന്ഥം പറയുന്നത്. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത് വലഖദ് ഖലഖ്നസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ നാം പടച്ചു, വമാ ബൈനഹുമാ അവക്കിടയിലുള്ളതും പടച്ചൊരുക്കിയത് ഫീ സിത്തത്തി അയ്യാം 6 ഘട്ടങ്ങളിലായിട്ടാ നമ്മൾ പടച്ചൊരുക്കിയത്. അങ്ങനെ പടച്ചൊരുക്കിയപ്പം വലിയൊരു കാര്യമാണ് അല്ലാഹു ചെയ്തത്. വമാ മസ്സനാ മിൻ ലുഗൂബ്, ഒരൽപ്പം പോലും ക്ഷീണം നമ്മളെ തൊട്ടു തീണ്ടിയിട്ടില്ല. വമാ മസ്സനാ മിൻ ലുഗൂബ്, ഒരൽപ്പം ക്ഷീണം പോലും നമ്മളെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളെ ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവരെന്തൊക്കെയോ നുണ പറയും, അത് തങ്ങൾ തൽക്കാലം കേട്ടില്ല എന്ന് വെച്ച് ഫസ്ബിർ അലാ മാ യഖൂലൂൻ, ഞാൻ ക്ഷീണിച്ചു ഒരു ദിവസം റെസ്റ്റ് എന്നൊക്കെ അവർ പറയും, അത് തങ്ങൾ ക്ഷമിക്കണം. ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ലൽ ഗുറൂബ് എന്ന് പറഞ്ഞു. ഞാനിപ്പോ ഈ ആയത്തിൽ അത് പറഞ്ഞത്. അപ്പൊ അല്ലാഹുവിന് അങ്ങനെ ക്ഷീണവും വിശ്രമവും ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല എല്ലാ സമയത്തും, കാരണം അള്ളാഹ്ക്ക് ഒരു സമയത്തെങ്ങാനും അള്ളാഹിന്റെ പണി മാറ്റിവെച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താന്ന് ആലോചിച്ചെങ്കിലേ അറിയുള്ളൂ. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർള് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. എന്താണിത്? അവരുടെ ദീനും അവരുടെ ദുനിയാവും അവരുടെ ആഖിറവുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും. കുല്ല യൗമിൻ എന്നതിന്റെ അർത്ഥം ഇമാം നസഫി തങ്ങൾ നൽകിയത് കുല്ല വഖ്ത്, ദിവസം മുഴുക്കെ. കുല്ല യൗം, ദിവസം മുഴുക്കെ. ഓതിയപ്പം അവിടുന്ന് ചോദിച്ചു, വമാ ദാലിക ശഅനു യാ റസൂലല്ലാഹ്,
നബിയെ എന്താണ് ആ പണി? മിൻ ശഅനിഹി തആല അൻ യഗ്ഫിറ ദംബാ വയുഫർജ കർബാ വയർഫഅ ഖൗമാ വയളഅ ആഖരീൻ. സുബ്ഹാനല്ലാഹ്. എത്ര ഉഷാറായിട്ട് അത് പറഞ്ഞത്. ഇതിന്റെ വിശദീകരണം തന്നെ നല്ല ഫിറ്റായൊരു വിശദീകരണമാണ് കൊടുത്തത്. എവിടെ വിശ്രമിക്കാൻ സമയം? കാരണം മിൻ ശഅനിഹി തആല, അല്ലാഹു തആല ചെയ്യേണ്ട കാര്യമാണ് അൻ യഗ്ഫിറ ദംബ, പാപം പൊറുക്കണം. ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാത്തവരുണ്ടോ? അവരെ അല്ലാഹു ശ്രദ്ധിച്ചോളണം, അവരുടെ പാപം പുറത്തു കൊടുക്കണം. വയുഫരിജ കർബ, അല്ലാഹുവെ വേദനിക്കുന്നു, പ്രയാസമുണ്ട്, എന്റെ പ്രയാസം അകറ്റണേ എന്ന് എത്ര ആളുകൾ പറയുന്നു. ആ പ്രയാസങ്ങൾ അവൻ അകറ്റി കൊടുക്കണം. ഒരു വിഭാഗത്തെ കസേരയിൽ കയറ്റണം. ആഖരീൻ, വേറൊരു കൂട്ടരെ തള്ളിയിടണം. ഇതൊക്കെ അവന്റെ പണിയല്ല, അങ്ങനെ ദിവസേന നടത്തിക്കൊണ്ടിരിക്കുന്നതാ. പല രാജ്യത്തും തെരഞ്ഞെടുപ്പിൽ നടക്കുന്നു. ഒരു കൂട്ടർ കയറുന്നു, മറ്റേ കൂട്ടർ വീഴുന്നു, അല്ലെ? അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല, ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിലൊക്കെ അങ്ങനെയാണ്. പിന്നെ മാത്രമല്ല, സാമ്പത്തികമായി ഉയർത്തുന്നു, ശാരീരികമായി ഉയർത്തുന്നു, ആരോഗ്യപരമായി ഉയർത്തുന്നു, അതിലൊക്കെ കാഴ്ച നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഉന്നമനങ്ങളുടെയും എല്ലാ അധപ്പതനങ്ങളുടെയും എല്ലാറ്റിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അള്ളാഹുവാണ്. പിന്നെ ഇവിടെ അള്ളാഹുവിന് രോഗിയാക്കുന്നത് അവനാണ്, രോഗം സുഖമാക്കുന്നത് അവനാണ്. ഇങ്ങനെ അങ്ങ് പറയുന്നു. ഇവിടെ ഒരു രസകരമായ സംഭവം കാണാം. ഈ ആയത്ത് വിശദീകരിച്ചെടുത്ത് ഇമാം നസഫി തങ്ങൾ എഴുതുന്നു ഒരു രസകരമായ സംഭവം. ഒരു രാജാവ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മന്ത്രിയോട്, മുസ്ലിം രാജാവ് അദ്ദേഹത്തിന്റെ മന്ത്രിയോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഒരു സംശയം തീർത്തു തരണം. ചോദിച്ച സംശയം ഇതായിരുന്നു, കുല്ല യൗമിൻ ഹുവ ഫീ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പോ രാജാവ് ചോദിച്ചതല്ലേ, മന്ത്രിയോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ, അത് പറയണം. പറയാൻ വേണ്ടിയിട്ട് മന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, മന്ത്രി പറഞ്ഞു ഞാൻ നാളെ പറഞ്ഞുതരാം. കാരണം അതിന് ഏറ്റവും ഫിറ്റായിരുന്നു. ചോദ്യം ചോദിച്ചപ്പോൾ നാളത്തേക്ക് നീട്ടിവെച്ചു. അലി റളിയല്ലാഹു ഫാത്തിമ ബീവി പരിഹാരവും പറഞ്ഞു കൊടുത്തു അല്ലേ. കൂട്ടത്തിലൊരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയതാണ്. എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ദർസിലെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. നാരിയത്തു സ്വലാത്ത് എന്ന ഒരു കൃതി, ഇത് നല്ലൊരു പുസ്തകമാണ്. എൻ്റെ തന്നെ ബിഹിൽ ഖുറബ്, അല്ലേ? ഓരോ സംഗതികളും തൻഫരിജു ബിഹിൽ ഖുറബ്, തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖല്ല ബിഹിൽ ഹവായിജ് എന്നൊക്കെ പറഞ്ഞാൽ നബി തങ്ങളെ കൊണ്ട് കെട്ടഴിയുമോ, പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുമോ, അതിനൊക്കെ സ്വഹീഹായ ഹദീസുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ നല്ല ഒരു രചന ഞാനത് വായിച്ചിട്ടുണ്ട്. അത് കുട്ടികൾ സദസ്സിൽ കൊണ്ടുവരുന്നുണ്ട്. വലിയ വിലയൊന്നുമില്ല, 20 റുപ്യയുള്ളൂ. 20 റുപ്യ. അതുകൊണ്ട് നിങ്ങൾ വേണോ വേണ്ടെന്നൊക്കെ പിന്നെ തീരുമാനിക്കുക. എൻ്റെ വകയായിട്ടൊരു വർത്തമാനം എല്ലാവരും വാങ്ങണം. പിന്നെ നിങ്ങൾ എന്തോ ചെയ്തോളി. നിങ്ങൾക്ക് വായിക്കാൻ സൗകര്യം, വായിക്കാൻ സൗകര്യമുള്ള ഒരാൾക്ക് കൊടുത്താളി. എല്ലാവരും ഒരു 20 റുപ്യ കൊടുത്തിട്ട് വാങ്ങണം. ചുരുങ്ങിയത് 20 റുപ്യ. നിങ്ങളൊരു 2000 തന്നെ എടുത്ത് കുട്ടികളെടുത്ത് കൊടുത്താലും അത് കുട്ടിയേക്കാണ് അതിൻ്റെ ലാഭം, ദർസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. 20 റുപ്യ എല്ലാവരും കൊടുത്തിട്ട് അത് വാങ്ങണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജാവ് മന്ത്രിയോട് ഇത് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, നാളത്തേക്ക് സമയം തരണം. കാരണം രാജാവിനുടെ മുമ്പിൽ കൊടുക്കുന്ന തഫ്സീർ ഒന്ന് കനപ്പെട്ടതാവണ്ടേ എന്ന് കരുതി അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം ചിന്താകുലനായി അദ്ദേഹത്തിന്റെ ഉമ്മറത്ത്, അദ്ദേഹത്തിന്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക, വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മന്ത്രിയുടെ വീട്ടിൽ തോട്ടം നനക്കുന്ന വേലക്കാരനുണ്ട് അവിടെ. ഇയാളുടെ അടിമയാണ്. ഈ വേലക്കാരൻ ഇയാള് ചോദിച്ചു, എന്താണ് മന്ത്രി ഇന്നൊരു വല്ലാത്തൊരു ആലോചന കണ്ടിട്ടുണ്ടല്ലോ യജമാനൻ, ഇരുന്ന് ആലോചിക്കുന്നേ, എന്താ നിങ്ങളെ പിടികൂടിയ എന്തോ ഒരു ചിന്ത? അപ്പൊ പറഞ്ഞു, ഇന്നലെ രാജാവ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇന്നലെ ഉത്തരം പറയണം.
രാജസന്നിധിയില് അതിന്റെ ഉത്തരം പറയണം, രാജാരത്തില് അത് ആലോചിച്ചു കൊണ്ടിരിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോ ഈ കുട്ടി പറഞ്ഞു, ഇവനാ വീട്ടിലെ വേലക്കാരനാണ്, ആരും പരിഗണിക്കാത്തൊരു വേലക്കാരൻ, അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ നല്ല ബുദ്ധി ഉണ്ടാവും. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, നിങ്ങൾ ഞാൻ മുഖേന അള്ളാഹു നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം എളുപ്പാക്കിയേക്കാം, ആ ചോദ്യം ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു. ആ ചോദ്യം ഒന്ന് പറഞ്ഞു തരുമോ? അപ്പൊ പറഞ്ഞു, എന്ന് സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു തആല ചോദിച്ചിരിക്കുക. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്നാ ചോദിച്ചത്? അതിന് നല്ലൊരു വിശദീകരണം നൽകണം. അപ്പൊ ഈ കുട്ടി ഒരു ചെറിയ ഹിക്മത്ത്, മന്ത്രിയുടെ അടിമ അല്ലെങ്കിൽ മന്ത്രിയുടെ വേലക്കാരൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, രാജാവിന്റെ മുമ്പിൽ നിങ്ങൾ ഒന്നും കൂടെ സ്റ്റാറ്റസ് പണി ഞാൻ ചെയ്തു തരാം, നിങ്ങളത് ചെയ്താൽ മതി, ഞാൻ പോരാ നാളെ രാജസന്നിധിയിലേക്ക്. എന്നിട്ട് രാജാവിനോട് നിങ്ങൾ പറയണം, രാജാവേ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം സിമ്പിളാണ്, അതിന്റെ വേലക്കാരൻ പറയുന്നു പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്കൊരു നിലവാരം കൂടുമല്ലോ. എന്റെ വേലക്കാരൻ പറയൂ അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ മതി. ആവട്ടെ, അത് തിരക്കിടില്ലാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലേ, നമ്മള് കാര്യപ്പെട്ട ഉസ്താദുമാരെയൊക്കെ വിദ്യാർത്ഥികാർ വെല്ലുവിളിക്കുമ്പോ ചിലപ്പോൾ ഉസ്താദുമാര് പറയാം, എന്റെ അടുത്ത് ഓതുന്ന മീസാൻ ഓതുന്ന കുട്ടി പറയുന്ന മറുപടി അറിയും. അത് വേറൊരു വലിപ്പാണ് അല്ലേ, അതിനൊരു നിലവാരം ഉണ്ടല്ലോ. എന്നതുപോലെ എന്റെ വേലക്കാരൻ പറയും എന്റെ മറുപടി, അത് പറയാൻ ഞാനൊന്നും വേണ്ട. ഈ വേലക്കാരൻ ഇതിന് മറുപടി പറയുന്നു. ഓ പറയും, നിങ്ങൾ പറയൂ വെച്ചു പറയുന്നു, എന്നാ പറയൂ. ഇയാള് രാജസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് രാജാവിന്റെ ദർബാറിൽ നിബിഡമാണ് അവിടെ വെച്ചിട്ട് പറയുകയാണ്, അയ്യുഹൽ മലിക്, ഓ മഹാരാജാവേ. കേട്ടോളൂ, നല്ല വിശദീകരണം കേട്ടോ. നമുക്കിത് പഠിക്കാൻ പറ്റി, കഥയോടൊപ്പം ആയത്തിന്റെ അർത്ഥം കൂടെ പഠിക്കാൻ പറ്റിയൊരു വിശദീകരണം. എന്ന് പറഞ്ഞ് അള്ളാഹു എപ്പോഴും കർമ്മനിരതനാന്ന് പറഞ്ഞ ഈ പണി എന്താണ്? അന്നഹു യൂലിജുൽ ലൈല അലൻ നഹാർ വയൂലിജുൻ നഹാറ അലൽ ലൈൽ വയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വൽ മയ്യിത മിനൽ ഹയ്യ് വയശ്ഫി സഖീമാ വയുംരിദു സലീമാ ويبتلي معافى ويعافي مبتلى ويعز ذليلا ويذل عزيزا ويفقر غنيا ويغني فقيرا. രാജാവ് പറഞ്ഞു, ബസ്. എന്താ വ്യാഖ്യാനം? അള്ളാഹ് എന്താ ഇവിടെ പണി? അള്ളാന്റെ പണി തന്നെയാണ് ഈ എണ്ണിയതൊക്കെ. യുലിജുൽ ലൈല അലൻ നഹാർ, രാവിനെ പകലിന്റെ മേൽ കറക്കിക്കൊണ്ടുവരുന്നു. വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാവിനെ പകലിൽ കൊണ്ടുവന്ന് പ്രവേശിപ്പിക്കുന്നത് അവനാണ്. വയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്, അതേ ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നത്. ഇതിനൊക്കെ വിശാലമായ വ്യാഖ്യാനം വേണട്ടോ, ഞാൻ സിമ്പിൾ ഒന്ന് പറയാം. കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്നത് അവനാ. വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, കോഴിയിൽ നിന്ന് കോഴിമുട്ട പുറത്തേക്ക് കൊണ്ടുവരുന്നവനും അവനാണ്. വയശ്ഫി സഖീമാ, രോഗമുള്ളവന് ശമനം നൽകുന്നത് അവനാ. വയുംരിദു സലീമാ, ആരോഗ്യവാന രോഗിയാകുന്നത് അവനാ. വയബ്തലി മുആഫാ, സൗഖ്യമുള്ളവന് പരീക്ഷണങ്ങൾ നൽകുന്നത് അവനാ. വയുആഫി മുബ്തലാ, പരീക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകുന്നത് അവനാ. വയുഇസ്സു ദലീല, നിന്ദ്യനെ അന്തസ്സുള്ളവനാക്കുന്നത് അവനാ. വയുദില്ലു അസീസ, അന്തസ്സുള്ളവനെ അപമാനിതനാക്കുന്നത് അവനാ. വയുഫ്ഖിറു ഗനിയ, മുതലാളിയെ ഫഖീറാക്കുന്നത് അവനാ. എവിടെ സമയം? ഇത് ലോകത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന പണിയല്ലേ ഇതൊക്കെ? ഈ പണിയൊക്കെ എടുക്കുന്നത് അല്ലാഹുവാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ. അപ്പ രാജാവ് പറഞ്ഞു, അഹ്സൻത യാ ഗുലാം, മോനെ നീ നല്ല ഉത്തരമാ പറഞ്ഞത്, വളരെ നന്നായിട്ടുണ്ട് നിന്റെ ഉത്തരം, വളരെ നന്നായിട്ടുണ്ട് അഹ്സൻത യാ ഗുലാം. എന്നിട്ട് വഅമറൽ വസീറ അൻ യഗ്ല അലൈഹി സിയാബൽ വിസാറ, അവിടെയാണ് സംഗതി പാളിപ്പോയത്. എന്നിട്ട് മന്ത്രിനോട് പറഞ്ഞു, ആ മന്ത്രി കുപ്പായ അയച്ചിട്ട് ഇങ്ങോട്ട് കുല്ലയോമിൻ ഹുവ ഫീ ശൈഇന്റെ ഒരു ഭാഗാട്ടോ,
കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇന്റെ ഒരു ഭാഗമാണ്. എന്നെ മന്ത്രിയാക്കി നിങ്ങളെ വേലക്കാരനാക്കി. ഇന്നലെ എന്നെ വേലക്കാരനും നിങ്ങളെ മന്ത്രിയാക്കി റബ്ബ് ഇന്നിപ്പോ ചെയ്ത് ഇങ്ങനെയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ. അതുകൊണ്ട് സമ്മതിക്കല്ലാതെ നിർവാഹമല്ലട്ടോ. നമുക്ക് ശരിക്കും കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് ഈ വിഷയങ്ങളൊക്കെ പങ്കുവെച്ച് സംസാരിച്ചത്. സനഫുറുഹു ലക്കും അയ്യുഹസ്സഖലാൻ ലക്കും അയ്യുഹ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ എന്നിവിടെ കണ്ട് ഓരോന്നിന്റെയും പിറകിൽ അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് കളവാക്കാൻ പറ്റുന്നത്? ഈ പറഞ്ഞ എല്ലാ സംഗതികളും ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട. ഇതൊക്കെ പഠിച്ച സുഖിപ്പിക്കാനും ദുഃഖിപ്പിക്കാനുമായിട്ട് ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം, ഒരു തിരക്കില്ലാതെ അതിനായിട്ടാണ് മാറി നിൽക്കുന്ന ദിവസം. അവിടെയാണ് പരലോകം വലിപ്പം കൂടുന്നതും. സ്വർഗത്തിന്റെ വലിപ്പവും നരകത്തിന്റെ ഗൗരവവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിൽ നിന്നാണ്. അള്ളാഹ്ക്ക് വിടുന്നു എല്ലാ കാര്യങ്ങളും. എത്ര തിരക്കുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നിനും വീഴ്ച വരുത്താതെ ചെയ്യാൻ കഴിയുന്നവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട അള്ളാഹു. പക്ഷേ ഈ ഒരു പ്രയോഗത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു ശബ്ദം അതിൽ ബാക്കി കിടപ്പുണ്ട്. കേൾക്കാതെ പോകരുത്. നിങ്ങൾക്കായിട്ട് ഞാൻ ഒഴിഞ്ഞിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. സനഫുറുലക്കും അയ്യുഹസ്സഖലാൻ. അത് നമ്മളെ സുഖിപ്പിക്കാനാണെങ്കിൽ നമ്മളെ സന്തോഷത്തിന് അതിരില്ല. അല്ല ആ ഒഴിഞ്ഞു നിൽക്കുന്നത് നമ്മളെ ദുഃഖിപ്പിക്കാനാണെങ്കിൽ നമ്മളെ ദുഃഖത്തിനും പരിധിയില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അള്ളാഹുക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ. സനഫുറുലക്കും അയ്യുഹസ്സഖലാൻ فبأي آلاء ربكما تكذبان فبأي آلاء ربكما تكذبان. അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹങ്ങളെ കൊണ്ടാ നിങ്ങൾ കളവാക്കാൻ തയ്യാറുള്ളത്? ഏത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ കളവാക്കാൻ തയ്യാറുള്ളത്? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം നാളത്തെ ശിക്ഷയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും വ്യക്തമായ താക്കീതാണ് അള്ളാഹു ഈ വചനത്തിലൂടെ നൽകുന്നത്. അതിനി കേൾക്കാൻ പോകുന്നത് കൊണ്ട് അവിടെ വിശദീകരിക്കാതെ വിശദീകരണം ചുരുക്കിയാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ഭാഗത്ത് ചുരുക്കുന്നു, അങ്ങനെ ചുരുക്കുകയാണ്. അങ്ങനെ ചുരുക്കിയാനുള്ള സൗകര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇനി എന്തായാലും അള്ളാഹിന്റെ ശിക്ഷയും രക്ഷയും അള്ളാഹു ശരിക്ക് ഒരുപാട് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ പറഞ്ഞിട്ട് നരകവും സ്വർഗവും പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗം നമുക്ക് വിശദമായിട്ട് പറയാൻ നല്ലത് ഇവിടെ ഇതിന്റെ അർത്ഥതാന്ന് മാത്രം പറഞ്ഞങ്ങ് പോവാണ്. സനഫുറുലക്കും അയ്യുഹസ്സഖലാൻ, ശിക്ഷയും രക്ഷയും വളരെ വലുതാട്ടോന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗം അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അടുത്ത ഭാഗം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ എന്ന് ചോദിച്ചിട്ട് പറയുന്നു, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു തആല പറയുന്നു, ഇല്ല, നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, തള്ളിക്കളയണമെങ്കിൽ തള്ളിക്കളയാം. ഈ സൗകര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കി തന്നു. ഇനി നിങ്ങളെ മരിപ്പിക്കും, രണ്ടാമത് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. അതേ ആ പുനരുത്ഥാന നാളിൽ ദുന്യാവിൽ നിന്ന് അനുസരിച്ചവരെ സുഖിപ്പിക്കാനും ദുന്യാവിൽ നിന്ന് എന്നെ ധിക്കരിച്ചവരെ എല്ലാ അർത്ഥത്തിലും ദുഃഖിപ്പിക്കാനും ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന ദിവസമാണത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നത്, ഇനി ഒരു ഈ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ട് അല്ലാഹു എന്നോടും നിങ്ങളോടും പറയുന്നു, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ഓ ജിന്ന് ഇൻസ് വർഗമേ, ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്,
ആകാശഭൂമികളിലൂടെ നിങ്ങൾ കൂളിയിട്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഫംഫുദൂ, ആകാശഭൂമികളുടെ ദിക്കുകളിൽ എവിടെയെങ്കിലും ഒളിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒളിച്ചോ. എന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. അന്ന് നിങ്ങളെ പരലോകത്തേക്ക് കൊണ്ടുവരും, ശിക്ഷിക്കും രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, അല്ല, എന്റെ ശിക്ഷയിൽ നിങ്ങൾക്ക് കോടിയെടുക്കാൻ പറ്റുമെങ്കിൽ, കുതറിയോടാൻ പറ്റുമെങ്കിൽ കുതറിയോടിക്കോ, കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കുതറിയോടാം. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, ഓ ജിന്നി ഇൻസ് വർഗമേ, ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ദിക്കുകളിലൂടെ നിങ്ങൾക്കൊന്ന് കുതിക്കണം എന്ന് കരുതിയാൽ, നിങ്ങൾക്ക് ഊളിയിട്ട് ഓടി രക്ഷപ്പെടണമെന്ന് കരുതിയാൽ ഫംഫുദൂ, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ. പക്ഷേ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ഇല്ല, നിങ്ങൾക്ക് ആകാശഭൂമികളിലൂടെ രക്ഷപ്പെടാൻ എന്റെ ഭാഗത്ത് നിന്നുള്ള കഴിവില്ലാതെ, എന്റെ ഭാഗത്ത് നിന്നുള്ള സഹകരണമില്ലാതെ, നിങ്ങൾക്കതിന് സ്വാധീനമുണ്ടായിട്ടല്ലാതെ നിങ്ങൾക്കത് സാധ്യമല്ല. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ആദ്യത്തെ പാഠം ഈ ആയത്തിനെ രണ്ടു നിലക്ക് വ്യാഖ്യാനിച്ച് മഹാന്മാരായ വ്യാഖ്യാതാക്കൾ, ആര്? ആധുനിക വ്യാഖ്യാതാക്കളല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രാമാണിക മുഫസ്സിറുമാരുടെ കൂടെയാണ് നിൽക്കുന്നത്. അവരെന്തു പറഞ്ഞു നോക്കിയിട്ട് അതിനനുസരിച്ച് തന്നെ പറയാം നമുക്ക് കാര്യങ്ങൾ. എല്ലാവരും ഇതിന് മനസ്സിലാക്കിയ ഒരർത്ഥം, നിങ്ങൾക്ക് കുതറി ഓടാൻ പറ്റുമെങ്കിൽ കുതറിയോടാൻ കഴിയൂല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. എന്റെ ഭാഗത്തു നിന്നുള്ള സുൽത്താൻ കിട്ടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആകാശത്തും ഭൂമിയിലേക്കൊന്നും, ഭൂമിയുടെ താഴേക്ക് ഓടിയൊളിക്ക്, ഭൂമിയുടെ പാതാളത്തിലേക്ക് കുഴിയാനോ അല്ലെങ്കിൽ ആകാശ ദിക്കുകളിലേക്ക് ഊളിയിടാനോ പൊങ്ങിപ്പോകാനോ നിങ്ങൾക്ക് കഴിയൂല. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, എന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക സംരക്ഷണം ലഭിക്കാതെ അത് പറ്റൂല. ഇങ്ങനെ എന്തിനാ അള്ളാഹു പറഞ്ഞത്? എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? വിഷയത്തിന്റെ താല്പര്യം എന്താ? നിങ്ങൾക്ക് എന്റെ പിടുത്തത്തിൽ നിന്ന് ഓടാൻ പറ്റൂല, അതല്ലേ ആശയം. ഞാൻ നിങ്ങളെ പിടിക്കും, എന്റെ പിടുത്തത്തിൽ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ കുതറി ഓടിക്കോ. കഴിയൂല നിങ്ങൾക്ക്, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളെ കണ്ടെടുക്കും, നിങ്ങളെ ഞാൻ തൊണ്ടി സഹിതം എടുക്കും. നിങ്ങൾ എവിടെ പോയാലും ശരി, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ശരി, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. സ്വർഗത്തിലും നരകത്തിലും എത്താതെ ഒരു കുട്ടിയും പോകില്ല എന്നപ്പോ പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞത് ഒരു പ്രത്യേക സ്വരത്തിലാണ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് ഇനിസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ, ആകാശഭൂമികളുടെ ദിക്കുകളിലേക്ക് നിങ്ങൾക്ക് ഊളിയിടാൻ പറ്റുമെങ്കിൽ, തുളച്ച് കയറാൻ പറ്റുമെങ്കിൽ ഫൻഫുദൂ, നിങ്ങൾ തുളച്ച് കയറിക്കോ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, എന്റെ ഭാഗത്ത് നിന്ന് കഴിവ് കിട്ടാതെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്. അതിനാണ് പാഠ നിഷേധിക്കുന്നില്ല സംഗതിയെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടുക്കാ ഓടുക? ആകാശത്തും ഭൂമിയിലേക്കും നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ആകാശയാത്ര നടത്തുന്നില്ലേ മനുഷ്യന്മാര്? ആകാശത്തേക്ക് മേലോട്ട് കയറാൻ പറ്റൂല എന്നുണ്ടോ? ഉണ്ട്, കയറാൻ പറ്റും. പക്ഷെ അതിനാണ് ആ ഒരു വർത്താനം അവിടെ പറഞ്ഞു വെച്ചത്, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. ഇതെന്റെ വിശദീകരണമല്ല. ഇല്ലാ ബിസുൽത്താൻ എന്ന് പറഞ്ഞതിന് ഈ വിശദീകരണം നൽകിയത് ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഇതിനർത്ഥം പറഞ്ഞു, നിങ്ങൾക്ക് ഇൻ ഖദർതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലിതഅലമൂ ലകിൻ ലാ തൻഫുദൂൻ വലാ തഅലമൂന ഇല്ലാ ബിബയ്യിനത്തിൻ നസബഹ അല്ലാഹു ലക്കും ഫതഅറുജൂന അലൈഹാ ബിഅഫ്കാരിക്കും.
അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ഉപകരണങ്ങൾ മുഖേന ആകാശഭൂമികളിലേക്ക് ഊളിയിടാനും കയറിപ്പോകാനും ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. അത് പടച്ചോനാ തരുന്നത്, അതില്ലാതെ പോകാം. അപ്പൊ അള്ളാഹുവിന്റെ അറിവോട് കൂടിയാണ് നിങ്ങളുടെ ഓരോ നീക്കവും. ഓടി ഒളിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അപ്പോ ആകാശയാത്ര സാധ്യമല്ല എന്ന് ഖുർആൻ പറഞ്ഞു എന്ന് ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ആയത്ത് ഓതിയിട്ട് പറയാറുണ്ട്, വാനലോകത്തേക്ക് കുതിക്കാൻ മനുഷ്യന് കഴിയൂല, ഖുർആൻ വെല്ലുവിളിക്കുന്നു. ഇല്ല, ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ എന്നും കൂടെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സുൽത്താൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആകാശ സഞ്ചാരികളുടെ പേടകങ്ങളാണ്, ബഹിരാകാശ സഞ്ചാരികളുടെ പേടകങ്ങളാണ്. അത് വേണം. അവരുടേതായ വാഹനങ്ങളിൽ അവർക്ക് പോകാൻ പറ്റും, യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല. അത് ഖുർആൻ ഇവിടെ പറഞ്ഞു വെച്ചതാണ്. അത് അള്ളാഹു പറയുന്നു, ഞാൻ അറിയാതെയല്ല പോക്ക്. അള്ളാഹു തആല നഗ്ന ബോഡിയുമായി ഈ കാണുന്ന ലോകത്തേക്കൊക്കെ കയറാൻ അതാലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ഉപകരണം വഴിയല്ലാതെ പോകാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്. സുൽത്താൻ വേണം, അതിനുള്ള കഴിവ് വേണം. ആ കഴിവ് ഒരു ഉപകരണം ഇല്ലെങ്കിലും കിട്ടും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മുഹാനിന്റെ വീട്ടിൽ 53-ാമത്തെ വയസ്സിൽ കിടന്നുറങ്ങുമ്പോൾ റസൂലുള്ളാഹി തങ്ങള് വാനലോകത്ത് പോയി ഏഴാകാശങ്ങൾ കണ്ടു. അതിന്റെ അപ്പുറത്തേക്ക് യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് അതേ രാത്രിയിൽ തന്നെ തിരിച്ചു വന്ന് അതേ വീട്ടിൽ ഉറങ്ങുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പേടകായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്? അള്ളാഹുവിന്റെ റസൂൽ മേലോട്ട് പോകുമ്പം ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണോ പോയത്? അല്ലേ? നമ്മളെ ബഹിരാകാശ സഞ്ചാരികൾ പോകുമ്പം ഊരയിൽ ഓക്സിജൻ സിലിണ്ടറും കൂടെ കെട്ടണം, എങ്കിലേ 32 കിലോമീറ്റർ കഴിഞ്ഞ മേലോട്ട് വായു ശ്വസിക്കാൻ കഴിയുള്ളൂ. അത് ഇവിടുന്ന് കൊണ്ടുപോകണം, അത് ഇവിടുന്ന് കൊണ്ടുപോകണം. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണോ പോയത്? അല്ല. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പടച്ചിട്ടത് തന്നെ എവിടെയായിരുന്നു? അർശിന്റെ ചുവട്ടിലായിരുന്നില്ലേ? ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചിട്ടത് തന്നെ അർശിന്റെ ചുവട്ടിലായിരുന്നു. ആ ആദം നബി അലൈഹിസ്സലാമിന്റെ പുത്രനായ ഒരു പുത്രൻ ഈസാ അലൈഹിസ്സലാം ഇന്നും ജീവിക്കുന്നത് വാനലോകത്താണ്. ഇന്നും ജീവിക്കുന്നത് വാനലോകത്താണ്. അത് ആരംഗീകരിക്കുന്നുണ്ട്? നമ്മൾ മാത്രമല്ല, ഇവിടെയുള്ള ബിദ്അത്തുകാരനും അങ്ങനെ അംഗീകരിക്കുന്നുണ്ട്. ഈസാ നബി വാനലോകത്ത് ജീവിക്കുന്നു എന്ന് ഇവിടുത്തെ ബിദ്അത്തുകാരൻ അംഗീകരിക്കുന്നില്ലേ? എല്ലാ ഏടാകൂടങ്ങളും മാപ്പിളയാണെന്ന് പറയുന്ന മുഴുവൻ ഏടാകൂടങ്ങളും സമ്മതിക്കുന്നുണ്ട് സഹോദരങ്ങളെ. എന്നാലോ മുത്തുനബി വാനലോകത്ത് പോയി എന്ന് പറയുമ്പോ ഇവർ ചോദിക്കുകയാണ്, എങ്ങനെയാ മേലോട്ട് കയറാൻ പറ്റുമോ? ഓക്സിജൻ എവിടെന്നാ കിട്ടുക? സുബ്ഹാനല്ലാഹ്. ഈസാ നബിക്ക് താമസിക്കാം, ആദം നബിക്ക് താമസിക്കാം, മുത്തുനബിക്ക് മാത്രം അല്പനേരം വാനലോകത്ത് പോയി നിൽക്കാൻ പറ്റൂല എന്നോ? മുത്തുനബി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖല്ലേ? ആ അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു തആല ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നതിന് എന്ത് ന്യായക്കേടാ ഉള്ളത്? ബുദ്ധിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ വർഗം ഇങ്ങനെ പറയുന്നത്. നബി തങ്ങളുടെ ഇസ്രാവും മിഅ്റാജും ആ മിഅ്റാജ് സ്വപ്നമായിരുന്നു എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിലും അള്ളാഹു അത് മുത്തുനബിയുടെ വലുപ്പായിട്ട് അവതരിപ്പിച്ചിട്ട് തന്നെയല്ലോ മിഅ്റാജ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബറക്നാ ഹൗലഹു. അങ്ങനെയല്ലേ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയ റബ്ബ്, ഹബീബായ നബി തങ്ങളെ വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയ റബ്ബ് അവൻ എത്ര പരിശുദ്ധനാണ്. അങ്ങനെയാ ചോദിച്ചത്. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, അവിടെ നിന്ന് പിന്നെ മേലോട്ട്. ചില മഹാന്മാരുടെ വീക്ഷണപ്രകാരം ഈ ആയത്തിൽ തന്നെ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞവരും ഉണ്ട്. ഇസ്രാഉം മിഅ്റാജും ഒക്കെ ഈ ആയത്തിൽ തന്നെ ഉണ്ട്. ഭൂരിപക്ഷ ആളുകളും പറഞ്ഞത് ഇസ്രാ സൂറത്തുൽ ഇസ്രായിലെ ഈ ആയത്തിലും മിഅ്റാജ് സൂറത്തുൽ നജ്മിലെ ആയത്തുകളിലുമാണ്. എന്നാൽ ചിലർ പറഞ്ഞത് ഇതിൽ തന്നെ ഇസ്രാഉം മിഅ്റാജും ഒക്കെ ഉണ്ട് എന്നാണ്. കാരണം മിനൽ മസ്ജിദിൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കൊണ്ടുപോയി ഇലൽ മസ്ജിദിൽ അഖ്സ, പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റത്തുള്ള പള്ളി എന്ന് പറഞ്ഞ പള്ളി ബൈത്തുൽ മഅ്മൂറാണ്. അങ്ങനെ പറഞ്ഞവരുണ്ട്. അങ്ങനെയാണ് അതിന്റെ അർത്ഥമെങ്കിൽ സുഹൃത്തുക്കളെ അതൊന്നും കൂടെ വിശാലാവുകയാണ്. അപ്പൊ എന്ത് തന്നെ ആയാലും ഒരു കാര്യം ഉറപ്പാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശങ്ങൾ കീഴടക്കി തിരിച്ചു വന്നിട്ടുണ്ട്.
അത് സാധിച്ചിട്ടില്ലേ? അപ്പൊ ഇതല്ല സംഗതി. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഓടി ഒളിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ഓടി ഒളിക്കണമെന്നാ പറഞ്ഞത്. അങ്ങനെ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഷിയത്തു ശിഹാബില് ബഹുമാനപ്പെട്ടവർ എഴുതുന്നത് കാണാം. അതിന്റെ വിശദീകരണത്തില് വാനലോകത്തേക്ക് കയറാനുള്ള ഉപകരണങ്ങളാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന ഒരു വ്യാഖ്യാനം നൽകിയത് കാണാം. എല്ലാ അർത്ഥങ്ങളും പ്രധാനമാണ്. അതുകൊണ്ട് കാണട്ടെ, റബ്ബ് പറയാണ്, ഞാനൊന്ന് കാണട്ടെ. എന്റെ ശിക്ഷയിൽ നിന്ന് നിനക്ക് ഓടി ഒളിക്കാൻ പറ്റുമെങ്കിൽ നീയൊന്ന് ഓടി ഒളിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ മോനെ, നീയൊന്ന് ഓടി ഒളിക്കൂ. സുബ്ഹാനല്ലാഹ്. ഇനി അത് ഒരനുഗ്രഹവും കൂടെ ആയിട്ടാണ് അള്ളാഹു വിശദീകരിച്ചത്. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചാലഞ്ച്, ഒരു വെല്ലുവിളി മാത്രമല്ല, അതൊരു അനുഗ്രഹവും കൂടെയാണെന്ന് പറഞ്ഞവരും ഉണ്ട്. ഒക്കെ തഫ്സീറുകളുടെ ലോകം വിശാലാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ കലാം വിപുലമാണ്. ഇതിന്റെ ആശയങ്ങള് എന്താ? അപ്പൊ അതിന്റെ അർത്ഥം നമ്മളിപ്പോ പറഞ്ഞ അർത്ഥത്തിൽ നിന്ന് ഒന്നുകൊണ്ട് മാറും. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്. ഇതുവരെ ഞാൻ പറഞ്ഞത് ഭൂമിയിൽ നിങ്ങളുടെ എട്ടാവട്ടത്തിൽ നിങ്ങൾക്ക് ഒരുക്കി തന്ന സൗകര്യമാണ്. ഇനി മനുഷ്യരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാശഭൂമികളിലേക്ക് ഊളിയിടാൻ പറ്റുമെങ്കിൽ കടലിലേക്ക് ഇറങ്ങിക്കോ. ഒരുപാട് അനുഗ്രഹങ്ങൾ കടലിലുണ്ട്. പെറുക്കിക്കൊണ്ടുവന്ന് ജീവിച്ചോ, നിങ്ങളത് ഉപയോഗപ്പെടുത്തിക്കോ. വാനലോകത്ത് പൊയ്ക്കോ. മറ്റു ഗ്രഹങ്ങളിൽ അതാ നിങ്ങൾ സഞ്ചരിച്ചോളൂ. മറ്റു ഗോളങ്ങളിൽ മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോന്ന് അന്വേഷിച്ചോ, ഒരു കുഴപ്പമില്ല. കണ്ടുപിടിച്ചോളൂ. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഉള്ള കൽപ്പനയാണ്. അപ്പൊ സത്യത്തിൽ ഇത് ഇവിടെ ശാസ്ത്രജ്ഞന്മാരെ പിടിച്ച് കടലിലെറിയാൻ പറയാണ്, വാനലോകത്തേക്ക് പറഞ്ഞേക്കാൻ പറയുകയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ. അല്ലാതെ ശാസ്ത്രജ്ഞരെ പിടിച്ച് കടലിലെറിയാൻ പറഞ്ഞത് എന്തിനാ? മരിച്ചു പൊങ്ങാനല്ല കടലിലെറിയാൻ പറയുന്നത്, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. നഗ്ന ബോഡിയോട് കൂടെ കടലിലേക്ക് ചാടണ്ട, അതിനുള്ള സെറ്റപ്പോട് കൂടെ പോയാൽ മതി. നിങ്ങൾ പൊയ്ക്കോളൂ, ആകാശത്തും പൊയ്ക്കോളൂ, ഭൂമിയിലേക്കും പൊയ്ക്കോളൂ, എവിടെയും നിങ്ങൾ കറങ്ങിക്കോളൂ. എന്നിട്ട് അള്ളാഹു ഒരുക്കിയിട്ടുള്ളതൊക്കെ, നിങ്ങൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കിയതൊക്കെ നിങ്ങൾ തേടി പിടിച്ചോ. വഹുവല്ലദീ സഖറൽ ബഹ്റ وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. سورة النحل الله പറഞ്ഞു വഹുവല്ലദീ സഖറൽ ബഹ്റ. അല്ലാഹുവാണ് കേട്ടോ കടലിനെ നിങ്ങൾക്കൊരുക്കി തന്നത്. കടലിനെ നിങ്ങൾക്കൊരുക്കി തന്നത് റബ്ബാണ്. വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅകുലൂ മിൻഹു ലഹ്മൻ ത്വരിയ. ആ കടലിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഫ്രഷ് മാംസം കഴിക്കാൻ പറ്റും. അതായത് ഏതായി ഫ്രഷ് മാംസം കൊണ്ട് ഉദ്ദേശിച്ചത്? ലഹ്മൻ ത്വരിയ. ഫ്രഷ് മാംസം എന്ന് പറഞ്ഞത് മത്സ്യത്തെ കുറിച്ചാണ്. ലഹ്മൻ ത്വരിയ. വതസ്തഖ്രിജൂ മിൻ. ആ കടലിൽ നിന്ന് നിങ്ങൾക്ക് തേടിയെടുക്കാം, പുറപ്പെടുവിക്കാം. ഹില്യതൻ തൽബസൂനഹ. മുത്തും പവിഴവും ഒക്കെ കടലിലുണ്ട്. നിങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങൾ അവിടെ നിന്ന് പൊറുക്കിയെടുത്തോളൂ. വതറൽ ഫുൽക മവാഖിറ ഫീ. കടലിലൂടെ തുളച്ച് കടലിനെ ചീറി പാഞ്ഞു പോകുന്ന കപ്പലുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഇത് അല്ലാഹു ഒരുക്കി തന്നതാണ്. വലിതബ്തഗൂ മിൻ ഫളി. അല്ലാഹുവിന്റെ എണ്ണമറ്റ ഔദാര്യങ്ങൾ നിങ്ങൾക്ക് തേടിപ്പിടിക്കാനുള്ള അവസരങ്ങളാ മക്കളെ ഇത്. വലഅല്ലക്കും തഷ്കുറൂൻ. അതൊക്കെ അനുഭവിച്ചാൽ മാത്രം പോരാ. ഓരോ ദിവസവും കടലിൽ പോയി ഉപജീവനത്തിനുള്ളത് പെറുക്കിക്കൊണ്ടുവന്ന് അതുകൊണ്ട് ഉപജീവനം കഴിച്ചാ പോരാ. വലഅല്ലക്കും തഷ്കുറൂൻ. അതൊക്കെ ഒരുക്കി തന്നവനോട് ശുക്ർ പറയണം, അവന് നന്ദി പറയണം. അതിനാണ് ഇതെല്ലാം ഒരുക്കി തന്നത്. കണ്ടോ നിങ്ങള് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തെല്ലാം
മനുഷ്യന്റെ ഭക്ഷണത്തെക്കുറിച്ച് പരാമർശിച്ചു, മനുഷ്യന്റെ അലങ്കാരങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. എല്ലാം പരാമർശിച്ച് ആ മനുഷ്യനോട് നീ നന്ദി കാണിക്കണം എന്ന് കൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അതാ ഈ കരയിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ അള്ളാഹുവാണ് ഒരുക്കി തന്നത്. അതിൽ ഏത് ചെയ്തിട്ടുണ്ട്? ഈ ബസ്സും കാറും ലോറിയും മാത്രമാണോ നമ്മുടെ മുമ്പിലുള്ളത്? ബസ്സും കാറും ലോറിയും ജീപ്പും മാത്രമാണോ? അല്ല, എല്ലാ വാഹനങ്ങളും പടക്കും അവൻ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നഹ്ലിന്റെ 8-ാമത്തെ ആയത്ത്. ഇത് ഇമാം സുയൂത്തി തങ്ങളടക്കം അത്ഭുതത്തോടെ എഴുതി വെക്കുന്നു സുഹൃത്തുക്കളെ. അന്ന് തന്നെ വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ, കുതിരകളും കോവർ കഴുതകളും നിങ്ങൾക്ക് വാഹനം കയറാൻ ഭൂമിയിൽ ഒരുക്കി തന്നത് അല്ലാഹുവാണ്. കുതിരകൾ, കാറ്, നമ്മൾ സാധാരണ അങ്ങനെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ കാറ്, ബസ്, ഓട്ടോറിക്ഷ എന്ന് പറയും പോലെയാണിത്. കുതിര, കോവർ കഴുത. നല്ല സ്പീഡുള്ള വാഹനമാണ് ഇത്. കുതിര മേത്തരം വാഹനം. കോവർ കഴുത എന്ന് പറഞ്ഞാൽ എന്താണ് ആ സാധനം? എല്ലാവർക്കും അറിയാലോ. കോവർ കഴുത എന്ന് പറഞ്ഞാൽ കുതിരയും കഴുതയും കൂടെ ഇണ ചേർന്നിട്ടുണ്ടാകുന്ന കുട്ടിക്ക് ആ കോവർ കഴുത എന്ന് പറയാം. ബഗ്ല് എന്ന് അറബിയിൽ പറയാം. അതിനാണ് കുതിരയും കഴുതയും കൂടെ ഇണ ചേർന്നിട്ടുണ്ടാകുന്ന സങ്കര ഇനം കുട്ടിക്കാണ് എന്ത് പറയാ? കോവർ കഴുത. അതെന്തോ ഒരു തിരിയാത്ത സാധനമായിട്ട് കൂട്ടണ്ട, അതിനാണ് കോവർ കഴുത എന്ന് പറയാം. അപ്പൊ അതിലെന്തുണ്ടാവും? അതിന്റെ അച്ഛൻ കുതിരയായിരിക്കും, അമ്മ കഴുതിയായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചുമായിരിക്കും. അച്ഛനോ അമ്മയോ ഒന്ന് കുതിരയായിരിക്കും, ഒന്ന് കഴുതിയായിരിക്കും. അപ്പോ കുതിരന്റെ അത്ര ഉഷാറും ഉണ്ടാവില്ല, കഴുതന്റെ അത്ര ഉഴപ്പനും ആവില്ല, അതിന്റെ ഇടയിലായിരിക്കും അത്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം കുതിരനെ പറഞ്ഞു, പിന്നെ കോവർ കഴുതയെ പറഞ്ഞു, പിന്നെ കഴുതനെ പറഞ്ഞു. അങ്ങനെയാണ്. അതൊക്കെ ഒന്നും വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ ലിതർകബൂഹാ, നിങ്ങൾക്ക് വാഹനം കയറാൻ വിവിധ സ്പീഡുകളിലുള്ള വാഹനങ്ങൾ അല്ലാഹു ഒരുക്കി തന്നു. വാഹനം കയറാനും വസീനത്തൻ, പിന്നെ അലങ്കാരത്തിന് വേണ്ടിയും. വാഹനം കയറാൻ മാത്രമല്ല, അലങ്കാരത്തിന് വേണ്ടിയും വാഹനങ്ങൾ നിർത്താറുണ്ട് അല്ലേ? ഒരു വീട്ടിന്റെ മുറ്റത്തൊരു കാർ ഇങ്ങനെ നിർത്തിയിടുക എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരാണ്, ഒരു അന്തസ്സാണ്. അതിനുവേണ്ടിയും വാഹനം കയറൽ വേറെ ലക്ഷ്യം, സീനത്ത് വേറെ ലക്ഷ്യം. അതുകൊണ്ടല്ലേ 2 പോർച്ച് ഉണ്ടെങ്കിൽ 2 കാർ വാങ്ങണത്. ഒന്നേ ആവശ്യമുള്ളൂ, പക്ഷെ 2 പോർച്ചിലും 2 അങ്ങനെ നിർത്തിയിട്ടിട്ട് അല്ലേ, അതൊന്നും ആവശ്യമുണ്ട് എന്ന് പറയുന്നില്ല. ആവശ്യമുണ്ട് എന്നല്ല പറഞ്ഞത്. ലി തർക്കബൂഹ, ഖുർആൻ അവിടെ പറയുന്നു. ലി തർക്കബൂഹ എന്ന് പറഞ്ഞതുപോലെ വലി തതസയ്യനൂ ബിഹാ എന്ന് പറയാതിരുന്നത്, വസീനത്ത് എന്ന് പറഞ്ഞത് ലി തർക്കബൂഹ എന്ന് പറഞ്ഞത് പടച്ചോന്റെ പൊരുത്തുള്ളതാണ്. സീനത്തിന് വേണ്ടി വണ്ടി വെക്കുന്നത് അള്ളാഹുവിന് പൊരുത്തല്ല, പക്ഷെ മനുഷ്യന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ലി തർക്കബൂഹ വസീനതൻ, മനുഷ്യന്മാരങ്ങനെ ചെയ്യുന്നുണ്ട്. അന്ന് റസൂലുള്ളാഹി സൂറത്തുൻ നഹ്ലിലെ 8-ാമത്തെ ആയത്ത് വിളിച്ചു പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖിനോടാ, ഉമർ ഇബ്നുൽ ഖത്താബിനോടാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനോടാണ്. എന്ന് പറഞ്ഞാൽ അവര് എന്ത് കണ്ടിട്ടില്ല? കാറും ജീപ്പും ബസ്സും ലോറിയും ഒന്നും കണ്ടിട്ടില്ല. അവര് ചീറിപ്പാഞ്ഞു പോകുന്ന വിമാനങ്ങൾ കണ്ടിട്ടില്ല, റോക്കറ്റുകൾ കണ്ടിട്ടില്ല. ആ കാലത്ത് നബി തങ്ങൾ പറഞ്ഞു, വയഖുലുഖു മാ ലാ തഅലമൂൻ, സ്വഹാബ നാം എന്തെല്ലാം ഐറ്റംസുകളാണ് വാഹനത്തിൽ ഇനി അല്ലാഹു പടക്കാൻ പോകുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന വാഹന വിപ്ലവത്തിലേക്കുള്ള സൂചനയാണിത്. വയഖുലുഖു മാ ലാ തഅലമൂൻ, സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത പല വണ്ടികളും അല്ലാഹു സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾക്കറിയാത്ത പല വാഹനങ്ങളും അല്ലാഹു നിരത്തിലിറക്കാൻ പോകുന്നുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരത്തിലും കടലിലും അന്തരീക്ഷത്തിലുമൊക്കെയായി വാഹനങ്ങൾ പല ജാതി ഓടുന്നു, പറക്കുന്നു, നീന്തുന്നു. എല്ലാം അല്ലാഹു ഒരുക്കിയതാണ്. അല്ലാഹു ആണ് ഇതൊക്കെ ഒരുക്കി തന്നത്. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ, ഇങ്ങനെ കടലും കരയും ആകാശവും നിങ്ങളുടെ കൈവെള്ളയിൽ ഒതുക്കി തന്ന റബ്ബ്, ഈ റബ്ബിനെ നിഷേധിച്ച് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഈ റബ്ബിനോട് എങ്ങനെ നിങ്ങൾ നന്ദികേട് കാണിക്കും? റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാ നിങ്ങൾ നിഷേധിക്കുക? അല്ലാഹു ചോദിക്കുകയാണ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا رب സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. പടച്ചോനെ നീ വലിയവനാണ്, നിന്റെ ഖുദ്റത്താ പടച്ചോനെ ഈ വിളിച്ചു പറയുന്നതൊക്കെ. പടച്ചവനെ നിന്റെ ഈ വലിയ ഖുദ്റത്ത് അല്ലാഹുവേ, ആ ഖുദ്റത്ത് കണ്ട് മനസ്സിലാക്കി നിനക്ക് കീഴ്പ്പെട്ട് നിന്നെ പേടിച്ച് ഒരടിമയാണ് അല്ല ഒരു കൊച്ചടിമയാണ് എന്ന ബോധത്തോടെ നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നല്ല അടിയാന്മാരിലും അടിയാത്തികളിലും ഞങ്ങളെ നീ പെടുത്തി തരണേ അല്ലാഹ്. നീ പെടുത്തി തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങള് നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഖായിബാക്കി മടക്കല്ല അല്ലാഹ്. പടച്ചവനെ, രോഗികളെ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. പ്രയാസക്കാരുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും അകറ്റണേ അല്ലാഹ്. പടച്ചവനെ, ഇത്രയും ആളുകൾ ഈ സദസ്സിൽ തടിച്ചുകൂടിയത് നിന്റെ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം കേൾക്കാനാണ്. അല്ലാഹുവേ, ഈ ഖുർആന്റെ വിശദീകരണം അല്ലാഹുവേ റാഹത്തിലും സന്തോഷത്തിലും ഒരുപാട് കാലം കേൾക്കാനും പറയാനും ഇതിനാവശ്യമുള്ളതൊക്കെ കണ്ടെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അതിനുള്ള അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ബുദ്ധി വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തരുത് റഹ്മാനെ. ബുദ്ധിയുടെ പവർ നീ നഷ്ടപ്പെടുത്തരുത് റഹ്മാനെ. എല്ലാം നീ തന്നതാണ്, നിന്നോട് ഞങ്ങൾ കടപ്പെട്ടു നിൽക്കുന്നു. അല്ലാഹുവേ, നിലനിർത്തണേ അല്ലാഹ്. ഈ ഇരിക്കുന്നവരൊക്കെ പല നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഫീൽഡിൽ നല്ല 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 സംഗതികള് കാഴ്ചവെക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ നാട്ടിലും വിദേശത്തുമായിട്ടുണ്ട്. അവർക്കൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എന്നും ഞങ്ങളുടെ പ്രഭാഷണം കേട്ടുകൊണ്ടേയിരിക്കുന്നവർ പലപ്പോഴും വിളിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇന്നും വൈകുന്നേരം ഒരാൾ വിളിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഒരുപാട് പ്രതിസന്ധി ഉണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ, എല്ലാം തീർത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാം നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അതുപോലെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഖബൂലാക്കണേ അല്ലാഹ്. നീ ഖായിബാക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഈ ഖുർആന്റെ അർത്ഥം പഠിക്കുന്നതും ഖുർആൻ ഓതാൻ പഠിക്കുന്നതും ഒക്കെ വലിയ കാര്യമാണ്. ഇന്ന് ഞാൻ ഭക്ഷണത്തിന് പോയപ്പോൾ ആചാര്യ മോന് എന്നോട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഓത്തു പഠിക്കാനൊരവസരം ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ ഒരുക്കിക്കോളാം, അതിനെല്ലാവരും പങ്കെടുക്കണം റമദാൻ മാസത്തിൽ. അല്ലാഹ് നല്ല ഒരു കാര്യമാണ് ആ ചെയ്യുന്നത്. പ്രായങ്ങളുടെ മാറ്റങ്ങളൊന്നും നോക്കാതെ പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണ്. ഖുർആൻ ഓതാൻ പലർക്കും അറിയില്ല. അപ്പൊ അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പത്താം ക്ലാസ്സിൽ ഉന്നത മാർക്കോടുകൂടി വിജയിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ കുട്ടിയെയും നമ്മുടെ മക്കളെയൊക്കെ ഉന്നത വിജയികളിൽ അള്ളാഹു പെടുത്തിത്തരട്ടെ. ഉന്നത വിജയികളിൽ അള്ളാഹു പെടുത്തിത്തരട്ടെ. അള്ളാഹുവേ അർഹമർ റഹീമായ റബ്ബേ, മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി ദുആ ചെയ്യാൻ 3000 സംഭാവന. അല്ലേ? അതെ, മരിച്ചുപോയ ഉമ്മാക്ക് ഇന്നലെ പറഞ്ഞില്ലേ? അതെ, അതോ തിരിച്ചാണോ? മരിച്ചുപോയ ഉമ്മാക്ക്, എൻ്റെ ഉമ്മ ജീവിച്ച, അതെ വാപ്പാക്ക്, മരിച്ചുപോയ വാപ്പക്ക് വേണ്ടിയാണ്. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم. ഹയാത്തുൽ ഇസ്ലാം സഭയുടെ കീഴിലും എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന വനിതാ മതപഠന ക്ലാസ് നാളെ ഉണ്ടാകുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഷാഫി സഖാഫി ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിയുന്നതിന് ശേഷം മാത്രമേ മതപഠന ക്ലാസ് ഉണ്ടാകൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി കുട്ടമോനെ ക്ഷണിക്കും.
അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇത്രയും നേരം നമ്മോട് സംസാരിച്ച ബഹുമാന്യരായ ഷാഫി സഖാഫി ഉസ്താദ് അവർക്ക് അള്ളാഹു കൂടുതൽ കാലം ദീനിനു വേണ്ടി ദഅവത്ത് ചെയ്യാൻ ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന നന്ദിയായി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ റഫീദ് അലി സാർ തുടങ്ങി ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായ ഉസ്താദുമാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സഹോദരിമാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തി 3 സലാത്തോടുകൂടി ഇന്നത്തെ പരിപാടിയുടെ സമാപിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.